Hi, good evening to all. നമ്മൾ ഇന്ന് JEE മെയിൻസ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്സ്, അതായത് കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് സീക്വൻസസ് ആൻഡ് സീരീസ്, ഈ രണ്ട് ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ JEE ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എല്ലാം റെഡി അല്ലേ? റെഡി ആയിരിക്കുക. ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഞാൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പറയുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിച്ച് വായിക്കുക, സ്വന്തമായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഇതിൽ ബേസിക് ആയിട്ട് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഐയുടെ ഇൻറ്റിജർ പവേഴ്സ് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. 1 + iota ഹോൾ സ്ക്വയർ. 1 + i ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ പ്ലസ് 2 × i + i സ്ക്വയർ. ഓക്കെ, a + b ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? 1 + 2i - 1 എന്ന് കിട്ടും. i സ്ക്വയർ = -1. നമ്മുടെ ഫൈനൽ ആൻസർ എന്താ കിട്ടുക? 2i. ഓക്കെ, ഈ റിസൾട്ട് എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നേരിട്ട് 2i എന്ന് എഴുതാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. ഓൾ റൈറ്റ്. അതേപോലെ 1 - i ദ ഹോൾ സ്ക്വയർ = എന്ത് വരും? 1 സ്ക്വയർ മൈനസ് 2i പ്ലസ് i സ്ക്വയർ. ഇതെന്ത് കിട്ടും? 1 - 2i പ്ലസ് ഇവിടെ -1 വരും. സോ ദിസ് ആൻസർ ഈസ് -2i. അപ്പോൾ ഈ രണ്ട് റിസൾട്ടുകൾ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, യെസ്. Okay, Deepak Suresh, hello. Okay, Jairam. Yes, okay. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ തുടങ്ങാം. ശ്രദ്ധിക്കൂ. 1 + i / 1 - i ഹോൾ റേസ് ടു m/2 = 1 + i / 1 - i ഹോൾ റേസ് ടു n/3 = 1, വേർ m and n ആർ നാച്ചുറൽ നമ്പേഴ്സ്. ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ GCD ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓഫ് ദി ലീസ്റ്റ് വാല്യൂസ് ഓഫ് m and n. അപ്പോൾ എമ്മിൻ്റെയും എന്നിൻ്റെയും ലീസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കുക, അതിനുശേഷം അതിൻ്റെ GCD കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ ലീസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്, നന്നായിട്ട് ശ്രദ്ധിക്കുക. 1 + i / 1 - i ഹോൾ റേസ് ടു m/2 = 1 + i / 1 - i ഹോൾ റേസ് ടു എന്ത് തന്നിട്ടുണ്ട്? n/3 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് 1 + i ഹോൾ സ്ക്വയർ ആക്കുക, ഇവിടെ 1 - i ഹോൾ സ്ക്വയർ ആക്കുക. എപ്പോഴും 1 + i കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സ്ക്വയർ ആക്കി മാറ്റും. അതിനനുസരിച്ച് പവർ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, സോ ഹോൾ പവർ എങ്ങനെ എഴുതാൻ പറ്റും? m / 4 എന്ന് എഴുതാൻ പറ്റും. ശരിയല്ലേ? യെസ്, m / 4 എന്ന് എഴുതാം. ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു, അടുത്ത നോക്കൂ, 1 + i നമുക്ക് വീണ്ടും ഇങ്ങനെ എഴുതാം. 1 + i ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 - i ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ ഹോൾ പവർ എത്രയാണ്? ഹോൾ പവർ n/3. ആ n/3നെ നമ്മളിവിടെ 2 കൊടുത്തിട്ടുണ്ടല്ലോ, സ്ക്വയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ n/6 എന്ന് എഴുതാം. ശരിയല്ലേ? n/6ഉം ആ പവർ 2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ n/3 കിട്ടും. ഓക്കെ, ആൻഡ് വിച്ച് ഈസ് ഗിവൺ ടു ബി 1. കറക്റ്റ്. വാട്ട് ഈസ് 1 + i ഹോൾ സ്ക്വയർ? 1 + i ഹോൾ സ്ക്വയർ നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. 1 + i ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2i ഡിവൈഡഡ് ബൈ 1 - i ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -2i. ഓക്കെ, ദാറ്റ് ഹോൾ റേസ് ടു m/4 ഈസ് ഈക്വൽ ടു, സെയിം വേ റൈറ്റ് സൈഡ് നമ്മൾ അടുത്ത സൈഡിൽ ചെയ്യുന്നു. ദാറ്റ് ഈസ് 2i ഡിവൈഡഡ് ബൈ -2i ദ ഹോൾ റേസ് ടു n/6 വിച്ച് ഈസ് ഗിവൺ ടു ബി 1. ഓക്കെ ആണല്ലോ? ഇവിടെ നമുക്ക് 2i ഒക്കെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് -1 റേസ് ടു m/4 ഈസ് ഈക്വൽ ടു, ഇവിടെയും എന്ത് കിട്ടുക? -1 ഹോൾ റേസ് ടു n/6 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. നമുക്ക് എമ്മിൻ്റെയും എന്നിൻ്റെയും ലീസ്റ്റ് വാല്യൂ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? എമ്മിൻ്റെയും എന്നിൻ്റെയും ലീസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ നോക്കൂ. -1 റേസ് ടു m/4 ഈസ് ഈക്വൽ ടു 1 കിട്ടണം. -1 ഹോൾ റേസ് ടു m/4 എന്ത് കിട്ടണം? 1 കിട്ടണമെങ്കിൽ m/4 എന്ന് പറയുന്നത് 2 ആയിരിക്കണ്ടേ? ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 2. ഓക്കെ, അതുപോലെ n/6 എന്തായിരിക്കണം? n/6ഉം 2 ആയിരിക്കണം. സോ m = എത്ര കിട്ടി? 8 കിട്ടി. n = എത്ര കിട്ടി? 12 കിട്ടി. അപ്പോൾ എമ്മിൻ്റെയും എന്നിൻ്റെയും ലീസ്റ്റ് വാല്യൂ കിട്ടിയല്ലോ. ഓക്കെ,
നമ്മളോട് ചോദിച്ചിട്ടത് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആണ്. സോ GCD is equal to ഓക്കെ ബിജു യെസ് ലീസ്റ്റ് വാല്യൂ ആണ്. GCD ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. GCD എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 8,12 ആണ്. ഇതിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഈസ് എത്രയാ? 8 നമുക്ക് 4 into 2 എന്ന് എഴുതാം, 12നെ 4 into 3 എന്ന് എഴുതാം. സോ കോമൺ ഫാക്ടർ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഈസ് 4. സോ ദി ആൻസർ ഈസ് ഗോയിങ് ടു ബി 4. സിമ്പിൾ അല്ലേ? ഓക്കെ ആണോ? പെട്ടെന്നൊന്ന് റിപ്ലൈ ചെയ്തേ ഓക്കെ ആണെങ്കിൽ. ഓക്കെ ആണോ? പെട്ടെന്ന് റിപ്ലൈ ചെയ്യൂ. ആൻസർ ഈസ് 4. റെഡി? ക്ലിയർ? Zain, answer is 4. Greatest common divisor ആണ്. That is equal to HCF of 8,12. 8ലെയും 12ലെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ എത്രയാണ് വരുന്നത്? ആൻസർ 4 അല്ലേ? യെസ്. ഓക്കെ, റെഡി. എല്ലാവരും ഉഷാറായിട്ടിരിക്കുക കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഷുവറായിട്ട് ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോവല്ലേ? റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവല്ലേ? ഓക്കെ, ശ്രിയ ഗുഡ്. യെസ്, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ റിയൽ പാർട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ Z ഈക്വൽ ടു, നമുക്കൊരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട്. തീറ്റ ബിലോങ്സ് ടു ഓപ്പൺ ഇൻറ്റർവൽ 0 π/2 ആണ്. ഓക്കെ, തീറ്റ ബിലോങ്സ് ടു 0 π/2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. The real part is given to be 0, then the value of sin square 3 theta plus cos square theta is equal to. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. ഈ ക്വസ്റ്റ്യൻ പല സ്റ്റൈലിൽ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത് എങ്ങനെയാണ് Z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, ഓൺലി നെസസറി സ്റ്റെപ്സ് യു ക്യാൻ റൈറ്റ്. സോ ലിസൺ, ഞാൻ Z എഴുതുകയാണ്. Z is equal to 3 plus 2i cos theta, ഓക്കെ, ഡിവൈഡഡ് ബൈ 1 minus 3i cos theta എന്ന് എഴുതി. ഓക്കെ, നമുക്കറിയാം ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട് കണ്ടുപിടിക്കണമെങ്കിൽ ആ കോംപ്ലക്സ് നമ്പറിനെ ഏത് ഫോമിൽ എക്സ്പ്രസ് ചെയ്യണം? a+ib ഫോമിൽ എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, a+ib ഫോമിൽ എക്സ്പ്രസ് ചെയ്യണം. ഇത് a+ib ഫോമിലല്ലല്ലോ. ഇവിടെ ഡിനോമിനേറ്റർ ഒക്കെ വരുന്നിട്ട്, ഡിനോമിനേറ്ററിലൊക്കെ കോംപ്ലക്സ് നമ്പർ ഉണ്ട്. അപ്പം നമുക്ക് ഇതിനെ a+ib ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക? യൂഷ്വലി നമ്മൾ മൾട്ടിപ്ലൈ വിത്ത് കോൺജുഗേറ്റ് ആണ്. അപ്പം നമുക്ക് 1 + 3i കൊണ്ട് 1 + 3i cos theta, 1 + 3i cos theta കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 1 + 3i cos theta കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ, റൈറ്റ്? അപ്പോൾ നമ്മൾ ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് വെച്ച് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ആണ്. ബിക്കോസ് നമുക്കിതിന് a+ib ഫോമിൽ എക്സ്പ്രസ് ചെയ്താലേ അതിൻ്റെ റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ടൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഇവിടെ നമുക്ക് റിയൽ പാർട്ട് മാത്രം മതി. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ദി റിയൽ പാർട്ട് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ എന്നാണ് ചോദ്യം. അപ്പോൾ റിയൽ പാർട്ട് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, ദിസ് ഈക്വൽ ടു, നോക്കൂ, ഞാൻ ഈ 3നെ മൾട്ടിപ്ലൈ ആണ് 1ലേക്ക്. 3 ഇൻറ്റു ഫസ്റ്റത്തെ 1ലേക്ക് മൾട്ടിപ്ലൈ ആണ്. 3 × 1 എഴുതാം, 3 പ്ലസ്. ഇനി എനിക്ക് 3 കൊണ്ട് 3i cos theta മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം എന്താണെന്നറിയാം, അത് ഇമാജിനറി ആണ്. സോ നമുക്കതിൻ്റെ ആവശ്യമില്ല. 2i cos theta കൊണ്ട് ഞാൻ 3i cos theta മൾട്ടിപ്ലൈ ആണ്. 2i cos theta ഇൻറ്റു 3i cos theta എത്ര കിട്ടും? 3 2s are 6, i ഇൻറ്റു i സ്ക്വയർ -1, cos ഇൻറ്റു cos സ്ക്വയർ i. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും 2 × 3 6, i സ്ക്വയർ മൈനസ്, അപ്പോൾ ഇതിന് നമുക്ക് -6 cos സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് റിയൽ പാർട്ട്. ആകെ വരുന്ന റിയൽ പാർട്ട് ഇതാണ്. പിന്നെ നമ്മൾ 3 കൊണ്ട് 3iനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഇമാജിനറി പാർട്ടാണ് വരിക. അതുപോലെ 2i കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും 2i cos theta കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് ഇമാജിനറി ആണ് വരിക. നമുക്കത് ആവശ്യമില്ല തൽക്കാലം. ഓക്കെ, സോ പ്ലസ് സംതിങ് ഉണ്ടാവും. ആ സംതിങ്ങിനെ ഞാൻ അവിടെ അങ്ങ് വേക്കൻ്റ് ആക്കി ഇട്ടിരിക്കുകയാണ്. ആൻഡ് ദെൻ ദി ഡിനോമിനേറ്റർ വി ഹാവ്. ഡിനോമിനേറ്ററിൽ നമുക്ക് എന്തുണ്ടാകുക? കോമൺ ഡിനോമിനേറ്ററിൽ നമുക്ക് എന്തുണ്ടാകുക? ഡിനോമിനേറ്റർ a+ib ഇൻറ്റു a - ib എന്താണ്? a² + b² അല്ലേ? അപ്പോൾ ഡിനോമിനേറ്ററിൽ നമുക്ക് എന്തുണ്ടാകുക? 1² + 9 cos സ്ക്വയർ തീറ്റ എന്നുണ്ടാവും. ശരിയല്ലേ? a² + b² എന്ന് പറഞ്ഞാൽ എന്താ? 1² + 3i cos theta സ്ക്വയർ ആണ്. 3 cos theta സ്ക്വയർ ആണ്. ഇമാജിനറി പാർട്ട് സ്ക്വയർ പ്ലസ് റിയൽ പാർട്ട് സ്ക്വയർ ആണ്. അപ്പോൾ ഇങ്ങനെ കിട്ടും. ശരിയല്ലേ?
റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. ഇമാജിനറി പാർട്ട് എന്ന് പറയുമ്പോൾ 3 കോസ് തീറ്റയാണ്. 3 കോസ് തീറ്റയുടെ സ്ക്വയർ 9 കോസ് സ്ക്വയർ തീറ്റയാണ്. എനിവേ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ എന്താണ്, റിയൽ പാർട്ട് എന്ന് പറയുന്നത് 0 ആണ് എന്ന് പറഞ്ഞാൽ ഈ ക്വാണ്ടിറ്റി ആരാണ്, ഇത് 0 ആണ്. ഇത് 0 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ, ഈ ക്വാണ്ടിറ്റി 0 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ, ന്യൂമറേറ്റർ 0 എന്നല്ല അർത്ഥം. സോ റിയൽ പാർട്ട് ഓഫ് Z is equal to 0 which implies 3 minus 6 cos square theta is equal to എന്താണ്, 0 ആണ്. ഓക്കെ മക്കളെ, റെഡി അല്ലേ? ഇതെല്ലാം ഓക്കെ അല്ലേ? 3 minus 6 cos square theta 0 അല്ലേ? ഇതിൽ നിന്ന് എന്താ കിട്ടുക, 6 cos square theta എന്ന് പറയുന്നത് എന്ത് കിട്ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 square theta is equal to 3 എന്ന് കിട്ടി. cos square theta is equal to എന്ത് കിട്ടും, 1/2 എന്ന് കിട്ടും. cos theta is equal to എന്താ കിട്ടുക, 1 plus or minus 1/√2 എന്നാണ് കിട്ടേണ്ടത്. ആക്ച്വലി ഇതാണ് കിട്ടുക. പക്ഷെ നമ്മളിവിടെ cos theta equal to -1/√2 എന്ന് പറയുന്ന ഭാഗം റിജക്റ്റ് ചെയ്യുന്നു. കാര്യം cos theta നെഗറ്റീവ് ആവുന്നത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലും അതുപോലെ തേർഡ് ക്വാഡ്രൻറ്റിലാണ്. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട് തീറ്റ ഈസ് എൻ എലമെൻറ്റ് ഓഫ് ദി ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. തീറ്റ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ലൈ ചെയ്യുന്ന ഒരു ആർഗ്യുമെൻ്റ് ആണ്. സോ ദാറ്റ് മീൻസ് വി ക്യാൻ റിജക്റ്റ് ദ നെഗറ്റീവ് പാർട്ട്. വി ക്യാൻ കൺസിഡർ ഓൺലി ദ പോസിറ്റീവ് 1/√2. സോ cos theta is equal to എന്ത് കിട്ടി, 1/√2 എന്ന് കിട്ടി. Then you can guess what is theta, which is satisfying cos theta is equal to 1/√2, where theta is an element in the first quadrant. Okay. So clearly we can say that theta is equal to എന്താണ് theta എന്ന് പറയുന്നത്, π/4 ആണ്. കറക്റ്റ് അല്ലേ? π/4 ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. π/4 ആണ്. theta is π/4. നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്, sin square 3 theta. ക്വസ്റ്റ്യൻ ഇതാണ്, sin square 3 theta പ്ലസ് cos square theta ഇതിൻ്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് തീറ്റ π/4 കൊടുക്കാമല്ലോ. സൈൻ സ്ക്വയർ 3π/4 അല്ലേ, 3 ഇൻറ്റു തീറ്റയാണ്, 3π/4 ആണ്. പ്ലസ് കോസ് സ്ക്വയർ π/4 ആണ്. നിങ്ങൾക്കറിയാം സൈൻ സ്ക്വയർ 3π/4 എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ട്രിഗണോമെട്രിയുടെ ഐഡിയ ഉപയോഗിക്കണം. സൈൻ സ്ക്വയർ 3π/4 എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ π - π/4 അല്ലേ, സൈൻ സ്ക്വയർ π - π/4 ആണ്. ഓക്കെ, പ്ലസ് എന്തുണ്ട്, കോസ് സ്ക്വയർ π/4 ഉണ്ട്. ഓക്കെ ആണല്ലോ, കോസ് സ്ക്വയർ π/4 ഉണ്ട്. സൈൻ 180 മൈനസ് തീറ്റ നമുക്കറിയാം, സൈൻ തീറ്റ. സൈൻ സ്ക്വയർ 180 മൈനസ് തീറ്റ ഈസ് ഓൾസോ സൈൻ സ്ക്വയർ തീറ്റ. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് സൈൻ സ്ക്വയർ π/4 പ്ലസ് കോസ് സ്ക്വയർ π/4. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ദിസ് ആൻസർ ഈസ് ഗോയിങ് ടു ബി 1. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 അല്ലേ. സോ ദ ആൻസർ ഈസ് 1. ഹിയർ തീറ്റ സെയിം, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഓൾവേസ് 1 ഫോർ എനി തീറ്റ ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഐഡൻറ്റിറ്റി. ഓക്കെ, റൈറ്റ്. സോ ദിസ് ആൻസർ ഈസ് ഗോയിങ് ടു ബി 1. ഇതിൻ്റെ ആൻസർ എന്താണ്, 1 ആണ്. നോക്കൂ, 2021 ചോദിച്ച ചോദ്യമാണ്. ആൻസർ 1 ആണ്. മക്കളെ ഓക്കെ ആണോ? പെട്ടെന്ന് പറ, പ്ലീസ് റെസ്പോണ്ട്. ഇസ് ഇറ്റ് ഫൈൻ? ക്വിക്ലി റെസ്പോണ്ട്. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ ആണോ? ആൻസർ ഓക്കെ ആണോ? യെസ്, ശ്രിയ ഓക്കെ ആണ്. ശ്രിയ ഓക്കെ. അതേഴ്സ് നിങ്ങൾ ഓക്കെ പറഞ്ഞ് എനിക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പെട്ടെന്ന് പോവാം, അതുകൊണ്ടാണ്. യെസ്, ജെയിൻ അലി ഓക്കെ, ഗുഡ്. ആ റിയൽ പാർട്ട് മാത്രം എടുത്താൽ മതി കേട്ടോ, ഇമാജിനറി പാർട്ടൊന്നും എടുക്കണ്ട. റിയൽ പാർട്ട് ആണ് 0 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ള സ്റ്റെപ്സുകൾ മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഓക്കെ, എപ്പോഴും അത് എക്സാമിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ആവശ്യമുള്ള മാത്രം എഴുതുക, അല്ലാത്തത് എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ഓക്കെ, റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. പല സ്റ്റൈലിൽ ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, പല സ്റ്റൈലിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതിൽ ഒരു വൺ ഓഫ് ദ മെത്തേഡ് ഈസ് ഹിയർ, വൺ ഓഫ് ദ ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. നോക്കുക, ലെറ്റ് എ കോംപ്ലക്സ് നമ്പർ ബി ഡബ്ല്യു ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഒമേഗ എങ്ങനെ വേണമെങ്കിൽ വായിച്ചോളൂ, 1 - √3i. ലെറ്റ് അനദർ കോംപ്ലക്സ് നമ്പർ z ബി സച്ച് ദാറ്റ് മോഡ് z ഇൻറ്റു ഡബ്ല്യു ഇസ് ഈക്വൽ ടു എന്താണ്, 1 ആണ്. ഓക്കെ, ആർഗ്യുമെന്റ് ഓഫ് z മൈനസ് ആർഗ്യുമെന്റ് ഓഫ് ഒമേഗ ഇസ് ഈക്വൽ എന്താണ്, എത്ര തന്നിട്ടുണ്ട്, π/2. ദെൻ ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ വിത്ത് വെർട്ടീസസ്. വെർട്ടീസസ് ഏതൊക്കെയാണ്, ഒന്ന് ഒറിജിൻ ആണ്, ഒന്ന് z ആണ്, ഒന്ന് ഒമേഗയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ
വേർട്ടീസസ് ആയിട്ട് വരുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ. ഡബ്ല്യു നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? ഡബ്ല്യു ഇസ് ഈക്വൽ ടു 1 മൈനസ് √3i ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മോഡുലസ് ഒന്ന് നമുക്ക് ജസ്റ്റ് കണ്ടുപിടിക്കാം. കാര്യം നമുക്ക് ആവശ്യമുണ്ട്. റൂട്ട് ഓഫ് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ √4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് ദി modulus of complex number omega or w is this 2. Okay, now we are given mod z into w is equal to 1 ആണ്. നമുക്ക് മോഡുലസിൻ്റെ പ്രോപ്പർട്ടി നല്ല പരിചയമുണ്ടല്ലോ. ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? mod z into mod w is equal to 1 ആണ്. ഇതിൽ നിന്ന് mod z എന്ന് പറഞ്ഞാൽ 1 by mod w എന്നാണ് കിട്ടുക. mod w is equal to 2 അല്ലേ? so mod z is equal to 1 by 2. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കണ്ടീഷൻ എന്താ തന്നിട്ടുള്ളത്? ആർഗ്യുമെന്റ് ഓഫ് z മൈനസ് ആർഗ്യുമെന്റ് ഓഫ് w ഇസ് ഈക്വൽ ടു പൈ ബൈ 2 ആണ്. അപ്പോൾ നമ്മൾ അത് എഴുതാണ്. ആർഗ്യുമെന്റ് ഓഫ് z മൈനസ് ആർഗ്യുമെന്റ് ഓഫ് w എന്താ തന്നിട്ടുണ്ട്? പൈ ബൈ 2 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഇത്രയും ചെയ്ത് ഓക്കെ അല്ലേ? w എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ തന്നു, അതിൻ്റെ മോഡുലസ് നമ്മൾ കണ്ടുപിടിച്ചു. മോഡ് z ഇൻറ്റു w ഇസ് ഈക്വൽ ടു നമുക്ക് 1 തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ മോഡ് z കണ്ടുപിടിച്ചു. ഡബ്ല്യൂയുടെ മോഡ് വാല്യൂ ഉപയോഗിച്ച് നമ്മൾ മോഡുലസ് ഓഫ് z കണ്ടുപിടിച്ചു. ആർഗ്യുമെന്റ് ഓഫ് z മൈനസ് ആർഗ്യുമെന്റ് ഓഫ് w പൈ ബൈ 2 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് തന്ന് എങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് അവിടെ നിന്ന് എങ്ങനെ തുടങ്ങണം നമ്മൾ നോക്കാം. നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട്. ഏതാണ്? w എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്. z നമുക്ക് അറിയില്ല, z-ൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് അറിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ആർഗ്യുമെൻറ്റ് നമുക്ക് കണ്ടെത്തണം. z-ൻ്റെ ആർഗ്യുമെൻറ്റ് കിട്ടാനുള്ള മാർഗം ഈ ഒരു ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആർഗ്യുമെന്റ് ഓഫ് z മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു പൈ ബൈ 2. ഇതെങ്ങനെ കിട്ടിയെന്നറിയോ? ഞാനിവിടെ ആർഗ്യുമെന്റ് ഓഫ് w തീറ്റ എന്ന് അസ്യൂം ചെയ്തു. ജസ്റ്റ് തീറ്റ എന്ന് എടുക്കുക. നമുക്ക് ആർഗ്യുമെന്റ് ഓഫ് z ആർഗ്യുമെന്റ് ഓഫ് w തീറ്റ ഉണ്ടല്ലോ, ഒരു ആർഗ്യുമെന്റ് ഉണ്ടല്ലോ, അതിന് നമ്മൾ തീറ്റ എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ആർഗ്യുമെന്റ് ഓഫ് z എന്ന് പറയുന്നത് പൈ ബൈ 2 പ്ലസ് തീറ്റയാണ്. ശരിയല്ലേ? ഇനി നമ്മൾ ജസ്റ്റ് ഒരു ഡയഗ്രം വരയ്ക്കുക. നോക്കിക്കോളൂ, വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒരു ഡയഗ്രം വരയ്ക്കുക. ഓക്കെ, ഇതിൽ ഞാൻ w എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ഏതാണ്? 1 മൈനസ് √3i ആണ്. അതിലെ കോർഡിനേറ്റ്സുകളായിട്ട് പറയുകയാണെങ്കിൽ 1ഉം മൈനസ് √3 ആണ്. അതിൻ്റെ ഏകദേശം ലൊക്കേഷൻ എവിടെയാണ് വരിക നോക്കൂ. x 1 ആണ്. ഓക്കെ, y എന്ന് പറയുന്നത് മൈനസ് √3 ആണ്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. സോ ദിസ് ഈസ് ദ പൊസിഷൻ ഓഫ് w. അപ്പോൾ ഒറിജിന്ന് ഡബ്ല്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒറിജിന്ന് ഡബ്ല്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ് നമുക്കറിയാം? 2 ആണെന്ന് അറിയാം. കാര്യം മോഡ് w നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഡിസ്റ്റൻസ് 2 എന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് അറിയാം w എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? തീറ്റയാണ്. അപ്പോൾ ആർഗ്യുമെൻറ്റ് നമ്മൾ എപ്പോഴും എടുക്കുന്ന ഇവിടെ നിന്നാണ്? എക്സ് ആക്സിസ് എന്നല്ലേ എടുക്കുക, റിയൽ ആക്സിസ് എന്നല്ലേ എടുക്കുക. അപ്പോൾ ആർഗ്യുമെൻറ്റ് നോക്കൂ, ഇതാ ഞാൻ ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഇതാണ് ആർഗ്യുമെൻറ്റ്. ഈ ആർഗ്യുമെൻറ്റ് എത്രയാണ്? തീറ്റയാണ്. പക്ഷേ z-ൻ്റെ ആർഗ്യുമെൻറ്റ് എന്താണ്? ആർഗ്യുമെൻറ്റ് എന്താണ്? പൈ ബൈ 2 പ്ലസ് തീറ്റയാണ്. പൈ ബൈ 2 പ്ലസ് തീറ്റയാണ്. ഇപ്പോൾ തീറ്റ ഓൾറെഡി നമുക്കുണ്ട്. അത് ഏതിൻ്റെ ആർഗ്യുമെൻ്റ് ആണ്? ഡബ്ല്യൂൻ്റെ ആർഗ്യുമെൻ്റ് ആണ്. നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് എടുത്തിട്ടുള്ളത്. ഡബ്ല്യൂൻ്റെ ആർഗ്യുമെൻറ്റ് തീറ്റയാണ്. അതിൻ്റെ കൂടെ നമ്മളൊരു പൈ ബൈ 2 കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടുള്ളൂ? z-ൻ്റെ ആർഗ്യുമെൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. ഞാനിവിടെ ഒരു പൈ ബൈ 2 ആഡ് ചെയ്ത് എങ്ങനെയാണ് ശ്രദ്ധിച്ചോ? നമ്മൾ സാധാരണ റൈറ്റ് ആംഗിളിൻ്റെ സിമ്പിൾ അറിയാലോ, ഇതാ പൈ ബൈ 2 ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് പൈ ബൈ 2. പൈ ബൈ 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ z ഈസ് സംവെയർ ഹിയർ ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ആൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് z ഫ്രം ഒറിജിൻ ഈസ് ഇറ്റ് ഈസ് 1 by 2. ശരിയല്ലേ? ഇറ്റ് ഈസ് 1 by 2. ക്ലിയർ ആയോ മക്കൾ? ഇത്രയും ഈ ഡയഗ്രാം വരെ ക്ലിയർ ആയോ? നോക്ക്, w ആദ്യം നമ്മൾ ഏകദേശം ലൊക്കേഷൻ മാർക്ക് ചെയ്തു. അതിൻ്റെ ആർഗ്യുമെൻറ്റ് നമ്മൾ 0 എന്ന് സ്റ്റാർട്ട് ചെയ്ത് തീറ്റ എടുത്തു. അതിനുശേഷം ഒരു പൈ ബൈ 2 കൂടെ ഫോർവേഡ് ചെയ്തു. അങ്ങനെ ചെയ്ത സമയത്ത് നമുക്ക് z-ൻ്റെ ആർഗ്യുമെൻറ്റ് വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് z-ൻ്റെ ഏകദേശം ലൊക്കേഷൻ പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ z-ൻ്റെ ഡിസ്റ്റൻസും കൂടെ നമ്മൾ മാർക്ക് ചെയ്തു. ഇത്രയും ഓക്കെയാണോ? ഇത്രയും ഓക്കെയാണോ? പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യ്. കമോൺ ഫാസ്റ്റ്. ഇത്രയും ഓക്കെയാണോ? 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 ഓൾമോസ്റ്റ് ആൻസറായി. ഇനി ഒരു സ്റ്റെപ്പ് കൂടെ എഴുതിയ ആൻസറായി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാണോ? ഓക്കെ, ഓൾറൈറ്റ്. അങ്ങനെയാണെങ്കിൽ
നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. ട്രയാങ്കിൾ ഏതൊക്കെയാ വെർട്ടീസസുകൾ പറഞ്ഞ്, ട്രയാങ്കിളിൻ്റെ വെർട്ടീസസുകൾ ക്വസ്റ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. ഏതൊക്കെയാണ്? ഒന്ന് ഒറിജിനാണ്. ഓക്കെ സെയിൻ അലി മനസ്സിലായിട്ടുണ്ടല്ലോ. ഒന്ന് ഒറിജിനാണ്, ഒന്നെന്താണ് ഡബ്ല്യു ആണ്, ഒന്ന് സെഡ് ആണ്. അപ്പോൾ നമ്മൾ ആകെ ചെയ്യേണ്ടത് സെഡും ഡബ്ല്യുവും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. സെഡും ഡബ്ല്യുവും തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. നോക്കിക്കേ, റൈറ്റ് ട്രയാങ്കിൾ ആയോ? റൈറ്റ് ട്രയാങ്കിൾ ആയില്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്താണ് മക്കളെ? ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച് അല്ലേ? ഹാഫ് ഇൻറ്റു ബേസ്. ബേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2 ആയിട്ട് എടുക്കാം. ബേസ് ഈസ് 2, സോ 2 ഇൻറ്റു ഹൈറ്റ് ഈസ് 1/2. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 1/2 എന്ന് കിട്ടി. 1/2 വരുന്ന ഓപ്ഷൻ ഏതാ നോക്കിക്കേ. 1/2 വരുന്ന ഓപ്ഷൻ ബി ആണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ബേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ബേസ് 1/2 ആയിട്ട് എടുക്കുക. ഏതെങ്കിലും ഒന്ന് ബേസ് ആണല്ലോ. കാര്യം റൈറ്റ് ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ ഒന്ന് ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും, മറ്റേതെങ്കിലും ഒരെണ്ണം ബേസ്, ഒരെണ്ണം ബേസ് ആവും, മറ്റേത് ഹൈറ്റ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ബേസ് 2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഹൈറ്റ് 1/2 ആണ്. ഇനി ഹൈറ്റ് ബേസ് 1/2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഹൈറ്റ് 2 ആയിരിക്കും. സോ എനിവേ ആൻസർ ഈസ് 1/2 ഇൻറ്റു 2 ഇൻറ്റു 1/2 ആണ്. ആൻസർ ഈസ് 1/2. ഓക്കെ, ക്ലിയർ? പെർഫെക്റ്റ്ലി ഓക്കെ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഞാൻ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, മനസ്സിലായി കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഐ വിൽ എക്സ്പ്ലെയിൻ. ഓക്കെ, റൈറ്റ്, ഓൾ റൈറ്റ്. പ്രീവിയസ് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ പറയണേ. പ്രീവിയസ് ഏതെങ്കിലും സ്ക്രീൻ കാണണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും ഓക്കെ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്യണേ. തൊട്ടുമ്പത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇതിൻ്റെ ആൻസർ ക്ലിയർ അല്ലേ? ആൻസർ ക്ലിയർ അല്ലേ? ഓക്കെ, ഓക്കെ ആദിത്യ ഗുഡ്. അടുത്ത ആൾ മനസ്സിലായ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യും. നിങ്ങൾക്ക് അപ്പോഴേ മനസ്സിലായി എന്നുള്ള എനിക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. S1, S2 ആൻഡ് S3 നോക്കുക. S1, S2 ആൻഡ് S3 3 സെറ്റുകളാണ്. 3 സെറ്റുകൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ആദിത്യ, റൈറ്റ്. 3 സെറ്റുകൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, പല രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആ സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ എന്താണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഓരോ സെറ്റുകളും കൃത്യമായിട്ടൊന്ന് എന്താണെന്ന് മെൻഷൻ ചെയ്യാം. ഫസ്റ്റ് S1 എന്ന് പറയുന്ന സെറ്റിൻ്റെ പ്രത്യേകത എന്താണ്? കളക്ഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. സച്ച് ദാറ്റ് മോഡ് Z-1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു √2 ആണ്. മോഡ് Z-1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു √2 ആണ്. എന്ന് പറഞ്ഞാൽ എന്താ? മോഡ് Z-1 എന്ന് പറഞ്ഞാൽ അതൊരു സർക്കിൾ അല്ലേ? മോഡ് Z-1 എന്ന് പറഞ്ഞാൽ സർക്കിൾ അല്ലേ? നിങ്ങൾ സർക്കിളിൻ്റെ ഇക്വേഷൻ മനസ്സിലാക്കി വെക്കണേ, ശ്രദ്ധിക്കണം. ഇതിൻ്റെ തിയറി ഭാഗം ഇതാണ്. Z - Z0 ഇസ് ഈക്വൽ ടു R എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ആണ്, അല്ലെങ്കിൽ ലോക്കസ് ഓഫ് എ സർക്കിൾ ആണ്. ഹൂസ് റേഡിയസ് സെൻറ്റർ ഈസ് Z0 ആൻഡ് റേഡിയസ് ഈസ് R. സെൻറ്റർ Z0 റേഡിയസ് R നോക്കൂ, സെൻറ്റർ Z0 റേഡിയസ് R സർക്കിളിനെയാണ് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? Z - Z0 ഇസ് ഈക്വൽ ടു R. Z - Z0ൻ്റെ മോഡുലസ് എടുക്കുക, ഇസ് ഈക്വൽ ടു R എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ Z0 എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. അതായത് x + iy എന്നാണ് എടുക്കുന്നതെങ്കിൽ നമുക്കിതിന് ഇങ്ങനെ എഴുതാം. Z - of x + iy ആൻഡ് ദിസ് ഈക്വൽ ടു R. ഇവിടെ സെൻറ്റർ എന്ന് പറയുമ്പോൾ x, y ആയിരിക്കും സെൻറ്റർ. ഓക്കെ, സെൻറ്റർ ഏതാണ്? x, y ആണ്. റേഡിയസ് എന്താണ്? R ആണ്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ ശ്രദ്ധിക്കൂ. S1 എന്ന് പറയുന്ന സെറ്റ് എന്താണ്? ഒരു സർക്കിളാണ്. നോക്കൂ, S1നെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ മാറ്റി എഴുതാം. ശ്രദ്ധിക്കുക, S1 എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എന്താണ്? S1 എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് അതിനെ ഒന്ന് ഇങ്ങനെ എഴുതാം. S1 അല്ല, ഫസ്റ്റത്തെ സർക്കിൾ മാത്രം എഴുതാം. ശ്രദ്ധിക്കും, മോഡ് Z-1 ആണ്. 1ന് നമുക്ക് 1 + 0i എന്ന് എഴുതാം. എപ്പോഴും തന്നെ ഒരു A + IB എഴുതണം, ആ ഒരു സ്റ്റൈലിൽ എഴുതണം. ഓക്കെ,
വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു √2 ആണ്. എന്ന് പറഞ്ഞാൽ എന്താ, സെഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ സർക്കംഫറൻസിലെ കോംപ്ലക്സ് നമ്പറാണ്. ആ കോംപ്ലക്സ് നമ്പറിൽ നിന്ന് 1,0 എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് √2 ആണ്. എന്ന് വെച്ചാൽ റേഡിയസ് √2 ആണ്. അങ്ങനെയുള്ള ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കണം. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, അങ്ങനെയുള്ളൊരു സർക്കിൾ ഞാനിവിടെ ജസ്റ്റ് റഫായിട്ട് വരയ്ക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒരു മിനിറ്റ്. അപ്പോൾ നിങ്ങളൊരു ഡയഗ്രാം മസ്റ്റായിട്ട് വരയ്ക്കണം. സോ ദിസ് ഈസ് XY പ്ലെയിൻ. നമുക്ക് സെൻറ്റർ നോക്കൂ, 1,0 ആണ്. ഇപ്പോൾ ഞാനിവിടെ 1,0 മാർക്ക് ചെയ്തിട്ടുണ്ട്. റേഡിയസ് എന്ന് പറയുന്നത് √2 ആണ്. √2 മീൻസ് അപ്രോക്സിമേറ്റ്ലി 1.4 സംതിങ്. സോ ഇവിടെ 2 ആണെങ്കിൽ സംവെയർ ഹിയർ ഒരു സർക്കിൾ ഈ പോയിന്റിലൂടെ പാസ് ചെയ്യും, അതുപോലെ ഇവിടെയും അല്ലേ. ഇവിടെ നമുക്ക് ഒറിജിൻ 1ലേക്കുള്ള ഡിസ്റ്റൻസ്, ഒറിജിൻ 1,0ലേക്കുള്ള ഡിസ്റ്റൻസ് 1 ആണ് നമുക്കറിയാം. പക്ഷേ അതിനേക്കാളും കുറച്ച് കൂടുതലല്ലേ √2 എന്ന് പറയുമ്പോൾ. ഏകദേശം ഇങ്ങനൊരു സർക്കിളാണ് വരിക. നോക്കൂ, ഏകദേശം ഇങ്ങനൊരു സർക്കിൾ വരും. ഏകദേശം ഇങ്ങനൊരു സർക്കിളാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ഏകദേശം ഇങ്ങനൊരു സർക്കിളാണ് കിട്ടുക. ഓൾറൈറ്റ്, ഇതിൻ്റെ സെൻറ്റർ നമുക്ക് 1,0 ആണ്. റേഡിയസ് √2 ആണ്. ഓക്കെ, റേഡിയസ് √2 ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, Z എന്ന് പറയും, നോക്കൂ, mod Z-1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു √2 ആണ്. അപ്പോൾ ലെസ് ദാൻ ഈക്വൽ √2 എന്ന് പറഞ്ഞാൽ എന്താ, Z എന്ന് പറയുന്നത് Z- ബ്രാക്കറ്റിൽ നമ്മൾ 1 + 0i എന്ന് എഴുതി കഴിഞ്ഞാൽ ഈക്വൽ ടു √2 എന്ന് എഴുതി കഴിഞ്ഞാൽ, ഈക്വൽ ടു √2 എന്ന് എഴുതിയാൽ Z എവിടെയുള്ള പോയിന്റാണ്, സർക്കംഫറൻസിലെ പോയിന്റാണ്. സർക്കംഫറൻസിൽ മാത്രമുള്ള പോയിന്റാണ്. ഓക്കെ, സർക്കിളിൻ്റെ മുകളിൽ മാത്രമുള്ള പോയിന്റാണ് Z. ആ Z നിന്ന് 10ലേക്കുള്ള ഡിസ്റ്റൻസ് √2നോട് ഈക്വൽ എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ സർക്കംഫറൻസിൽ മാത്രമേ Z ഉണ്ടാവുള്ളൂ. നമ്മുടെ ചോദ്യം എന്താണ്, S1 എന്ന് പറയുന്നത് Z നിന്ന് 1,0ലേക്കുള്ള ഡിസ്റ്റൻസ് ഒന്നുകിൽ √2 അല്ലെങ്കിൽ √2നേക്കാളും കുറവായാൽ മതി, √2നേക്കാളും ലെസ് ആയാൽ മതി. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സർക്കംഫറൻസിലായിരിക്കും അല്ലെങ്കിൽ സർക്കിളിൻ്റെ ഉള്ളിലായിരിക്കും. ശരിയല്ലേ. സർക്കിളിൻ്റെ ഉള്ളിലാണെങ്കിലും ഇപ്പോൾ ഞാനിവിടെ Z എടുത്തു കഴിഞ്ഞാൽ നോക്കൂ, ഞാനിവിടെ ഒരു ഡോട്ട് ഇട്ടിട്ടുണ്ട്. Z ആണെങ്കിൽ ആ Z നിന്ന് 10ലേക്കുള്ള ഡിസ്റ്റൻസ് √2നേക്കാൾ കുറവല്ലേ. അപ്പോൾ Z എവിടെ വരാൻ സാധ്യതയുണ്ട്, സർക്കിളിൻ്റെ ഉള്ളിൽ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സർക്കംഫറൻസിൽ വരാൻ സാധ്യതയുണ്ട്. പുറത്തേക്ക് എന്തായാലും പോവില്ല. ഓക്കെ, പുറത്തേക്ക് പോകണമെങ്കിൽ ഗ്രേറ്റർ ദാൻ √2 എന്ന് പറയണം. അപ്പോൾ സർക്കംഫറൻസിൻ്റെ ഉള്ളിൽ, സർക്കംഫറൻസിലോ അല്ലെങ്കിൽ സർക്കിളിൻ്റെ ഉള്ളിലോ ആര് വരുള്ളൂ, Z വരുള്ളൂ. അപ്പോൾ ഞാൻ Z വരുന്ന ലൊക്കേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് Z വരാൻ സാധ്യതയുള്ള ലൊക്കേഷൻസ്. ഐദർ ഓൺ ദ സർക്കിൾ ഓർ ഇൻസൈഡ് ദ സർക്കിൾ വിച്ച് വിൽ സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ mod Z-1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു √2. I hope it is clear to everyone. Okay. So the first part, this is the entire part of the set S1. S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ set of all points ആണ് which belonging to the inside the circle or maybe on the circle. Okay, this is the entire region of S1. ഇപ്പോൾ S1 എന്ന് പറയുന്ന സെറ്റ് എന്ന് ഇൻക്ലോസ് ചെയ്യുന്ന പോയിന്റ്സുകൾ ഇത്രയുമാണ്. There are infinitely many points. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത S2 എന്ന് പറയുന്ന സെറ്റ് നോക്കിക്കേ. S2ൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, റിയൽ പാർട്ട് ഓഫ് 1 - i ഇൻറ്റു Z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ അത് ഞാൻ ഇവിടെ ഒന്ന് സൈഡ് ചെയ്യാം, ശ്രദ്ധിച്ചോളൂ. എന്താണ് പറയുന്നത്, റിയൽ പാർട്ട് ഓഫ് 1 - i ഇൻറ്റു Z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ Z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ നമുക്ക് അറിയില്ല. പക്ഷെ നമുക്കിത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, Z നമ്മൾ x + iy എന്ന് എടുക്കുകയാണ്. വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1. ഞാൻ ഈ കോംപ്ലക്സ് നമ്പറുകളെ 1 - iനെയും x + iy തമ്മിൽ പരസ്പരം അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിൽ കൃത്യമായിട്ട് റിയൽ പാർട്ട് കിട്ടുമല്ലോ. അപ്പോൾ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എന്താണ്, റിയൽ പാർട്ട് ഇവിടെ വരിക എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. 1 × x, പിന്നെ -i × പോസിറ്റീവ് iy എന്ന് പറയുന്നത് എന്ത് വരും, i² മൈനസ് വരും, പ്ലസ് y വരും അല്ലേ. x + y ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1. ശരിയല്ലേ. ദിസ് ഈസ് ഓൺലി ദ റിയൽ പാർട്ട്. പിന്നെ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ ഒക്കെ വരുന്ന ഇമാജിനറി പാർട്ട് അത് നമുക്ക് വേണ്ട, നമുക്ക് റിയൽ പാർട്ട് മാത്രം മതി. റിയൽ പാർട്ട് ഏതാ വരിക, 1 × x, -i × പോസിറ്റീവ് iy എന്താ കിട്ടുക, പോസിറ്റീവ് y ആണ് കിട്ടുക. സോ x + y ആണ് റിയൽ പാർട്ട് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1. x + y ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 എന്നുള്ളതിൻ്റെ ആ ലൈൻ എങ്ങനെ വരയ്ക്കുക, x + y ഈക്വൽ ടു 1 ആക്കുക. x + y ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഏതിലൂടെ പാസ് ചെയ്യുന്നറിയോ, ഇതാ ഈ ഞാൻ ഇട്ടിരിക്കുന്ന ഈ 2 ഡോട്ടിലൂടെയാണ് പാസ് ചെയ്യുക. അതായത് y ആക്സിൽ 1 ഉണ്ടാവും, y ആക്സിൽ 1, x ആക്സിൽ 1, ഇതിലൂടെ പാസ് ചെയ്യുന്ന ഈ ലൈനിനല്ലേ നമ്മൾ എന്ത് വിളിക്കുക, ഈ ലൈനിനെ നമ്മൾ എന്താ വിളിക്കുക, x + y = 1 അല്ലേ. നിങ്ങൾ സ്ട്രെയിറ്റ് ലൈനൊക്കെ ഒരുപാട് പഠിച്ചാണ്.
എക്സിന് 0 കൊടുത്താൽ വൈ കിട്ടും, വൈക്ക് 0 കൊടുത്താൽ എന്ത് കിട്ടും, എക്സ് കിട്ടും. അപ്പോൾ ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും ഇവിടെ. എന്ത് സംശയം എന്നറിയോ? ഇത് ഈ സർക്കിള് വൈ ആക്സിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റിലൂടെ, ഇവിടെ ഞാൻ കാണിക്കുന്ന ഈ പോയിന്റിലൂടെ സർക്കിൾ വൈ ആക്സിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടോ? സർക്കിൾ വൈ ആക്സിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടോ? ഞാനിവിടെ അതൊരു ഗ്രീൻ കളർ വെച്ച് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഇതാ സർക്കിൾ വൈ ആക്സിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ഇതിലൂടെയാണോ ആ റെഡ് ലൈൻ പാസ് ചെയ്യുന്നതെന്നുള്ള അറിയണ്ടേ? അതെങ്ങനെ അറിയാൻ പറ്റുക? നോക്കൂ, ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഡിസ്റ്റൻസ് ഒറിജിന് 1ലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം 1 ആണ് അല്ലേ? റേഡിയസ് നമുക്കറിയാം. ഇതെന്താണ്? ഇത് റേഡിയസ് ആണ്. റേഡിയസ് എത്രയാണ്? സർക്കിളിൻ്റെ റേഡിയസ് √2 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഹൈറ്റ് കണ്ടുപിടിക്കുക എളുപ്പമല്ലേ? എന്ത് ഉപയോഗിച്ചാൽ മതി? പൈത്തഗോറസ് തിയറി ഉപയോഗിച്ചാൽ മതി. കാരണം ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ? പൈത്തഗോറസ് തിയറി ഉപയോഗിക്കുമ്പോൾ എന്താ കിട്ടുക? √2ൻ്റെ സ്ക്വയർ നിന്ന് 1 സ്ക്വയർ മൈനസ് ചെയ്യണം, എന്നിട്ട് അതിൻ്റെ റൂട്ട് എടുക്കണം. √2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ആണ്. √2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ചെയ്യുന്ന സമയത്ത് നോക്കൂ, ഞാൻ ഈ സൈഡ് ചെയ്യാണ്. √2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നത് 2 - 1 1 ആണ്. 1ൻ്റെ റൂട്ട് 1 ആണ്. അപ്പോൾ എനിക്ക് കറക്റ്റ് മനസ്സിലായല്ലോ, ആ പോയിന്റിലൂടെയാണ് പാസ് ചെയ്യാന്ന് മനസ്സിലായില്ലേ? സർക്കിൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന വൈ ആക്സിലെ പോയിന്റിലൂടെ തന്നെ x + y = 1 എന്ന് പറയുന്ന ലൈൻ പാസ് ചെയ്യും. പിന്നെ നമുക്കറിയാം എക്സ് ആക്സിൽ 1,0 ഉണ്ട്, അതിലൂടെയും അത് പാസ് ചെയ്യും. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. വൈ ആക്സിലൂടെ സർക്കിൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ടെന്ന് കൺഫേം ആയില്ലേ? ഇനി നോക്കുക, x + y എന്ന് പറയുന്നത് എന്താണ്? റിയൽ പാർട്ട് എന്ന് പറയുന്നത് >= 1 ആണ്. >= 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലീനിയർ ഇനീക്വാലിറ്റീസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൊല്യൂഷൻ റീജിയൻ എവിടെ വരിക? ബിലോ ദി ലൈനാണ് വരിക, എബോവ് ദി ലൈനാണ് വരിക. നമ്മൾ എന്ത് ചെയ്യും? 0 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. എക്സിന് 0 വൈക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ 0 > 1 ഫോൾസ് ആണ്. അപ്പോൾ ഇതിൻ്റെ റീജിയൻ എങ്ങോട്ടാണ് വരിക മക്കളെ? പറഞ്ഞേ, ഇതിൻ്റെ റീജിയൻ ഈ റെഡ് ലൈൻ്റെ മുകളിലേക്കല്ലേ വരിക? ദിസ് ഈസ് എവേ ഫ്രം ഒറിജിൻ ആണ്, ഇതിൻ്റെ മുകളിലേക്കാണ് വരിക. കണ്ടോ, ഞാനിപ്പം ആരോ മാർക്ക് കൊടുക്കുന്ന ഭാഗത്തേക്കല്ലേ ഇതിൻ്റെ സൊല്യൂഷൻ വരിക? കംപ്ലീറ്റ് മുകളിലേക്കാണ് വരിക. താഴോട്ടേക്ക് ഒരിക്കലും അതിൻ്റെ സൊല്യൂഷൻ വരില്ല. കാര്യം എന്താണ്? ഒറിജിൻ ഒരിക്കലും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ മുകളിലേക്കാണ് റീജിയൻ വരിക. ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് S2 എന്ന് പറയുന്ന സെറ്റ് കിട്ടി. S1 എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഉള്ളിൽ കിടക്കുന്നതാണ്. ഇപ്പോൾ പറഞ്ഞതാണ് പുറത്ത് കിടക്കുന്നതാണ് എന്ത്? അതായത് ലൈൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ വരച്ചിട്ടുള്ളതാണ് എന്ത്? റെഡ് കളർ ലൈൻ്റെ മുകളിലേക്ക് വരച്ചിട്ടുള്ള ഗ്രീൻ കളറിൽ കാണുന്ന ആരോ മാർക്ക് ഷെയ്ഡ് ചെയ്തിട്ടുള്ള ആ റീജിയനാണ് S2 എന്ന് പറയുന്നത്. അപ്പോൾ S1 എന്ന് പറയുന്ന റീജിയൻ കിട്ടി. സർക്കിളോ സർക്കിളിൻ്റെ ഉള്ളിലോ ആണ്. S2ൻ്റെ റീജിയൻ കിട്ടി റെഡ് ലൈൻ്റെ മുകളിലേക്കാണ്. ഇനി നമുക്ക് ഒരു സെറ്റും കൂടിയുണ്ട്, അതാണ് S3 എന്ന് പറയുന്നത്. S3 എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇമാജിനറി പാർട്ട് ഓഫ് Z എന്ന് പറയുന്നത് <= 1 ആണ്. ഇമാജിനറി പാർട്ട് ഓഫ് Z നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ളത് എങ്ങനെയാണ്? x + iy എന്നല്ലേ എടുത്തിട്ടുള്ളത്. Z നമ്മൾ എടുത്തിട്ടുള്ളത് x + iy എന്നല്ലേ. ഇതിൽ ഇമാജിനറി പാർട്ട് ഏതാണ്? ഇമാജിനറി പാർട്ട് ഓഫ് Z y ആണ്. y <= 1 അല്ലേ വരക്കേണ്ടത്? y <= 1 നമ്മൾ എങ്ങനെ വരയ്ക്കുക? y = 1 അല്ലേ വരയ്ക്കുക? ഓക്കെ, അപ്പോൾ നമ്മൾ y = 1 വരയ്ക്കാൻ പോവാണ്. y = 1 എങ്ങനെ വരയ്ക്കേണ്ടത്? സാധാരണ എല്ലാവർക്കും അറിയാലോ. y = 1 എന്ന് പറഞ്ഞാൽ x ആക്സിന് പാരലൽ ആയിട്ട് ലൈൻ വരച്ചാൽ മതി. ദിസ് ഈസ് y = 1. ഇപ്പോൾ ഞാനിപ്പോൾ റെഡ് കളറിൽ തന്നെ വരച്ചിട്ടുണ്ട് y = 1. പക്ഷേ y എന്താണ്? <= 1 ആണ്. y എന്ന് പറയുന്നത് <= 1 ആണല്ലോ. കാരണം ഇമാജിനറി പാർട്ട് ഓഫ് Z <= 1 ആണ്. ഇപ്പോൾ y <= 1 ആണെങ്കിൽ എവിടെയാണ് റീജിയൻ വരിക? <= 1 ആണ്. അപ്പോൾ y എന്ന് പറയുന്നത് 1നേക്കാളും ചെറുതായിരിക്കണം. 1നേക്കാളും ചെറുതായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴോട്ടല്ലേ റീജിയൻ വരിക? അപ്പോൾ ഞാൻ ഈ റെഡ് ലൈൻ്റെ ഇപ്പോൾ വരച്ച y = 1 എന്ന് പറയുന്ന ലൈൻ്റെ താഴോട്ടേക്കല്ലേ റീജിയൻ വരിക? ഓക്കെ, താഴോട്ടേക്കാണ് റീജിയൻ വരിക. ശരിയല്ലേ? ഇനി നിങ്ങൾ ആലോചിക്കുക, സർക്കിളിൻ്റെ ഉള്ളിൽ, സർക്കംഫറൻസ് ഉൾപ്പെടെ സർക്കിളിൻ്റെ ഉള്ളിൽ, അതുപോലെ ഞാൻ വരച്ചിട്ടുള്ള ആ ലൈൻ്റെ, അതായത് ആദ്യം വരച്ചിട്ടുള്ള x + y = 1ൻ്റെ മുകളിലേക്ക്, അതുപോലെ y = 1ൻ്റെ താഴേക്ക്, ഇതെല്ലാം കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന റീജിയൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ ശ്രദ്ധിച്ചോളൂ. ഇതെല്ലാം കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത് എവിടെ വരും നോക്കിയേ? ഞാനിപ്പോൾ ജസ്റ്റ് ഷെയ്ഡ് ചെയ്യുന്ന ഭാഗത്തല്ലേ വരിക നോക്കിയേ. ഈ ഭാഗത്തല്ല എല്ലാം കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ഇവിടെയല്ലേ വരുന്നത്? ഞാനിപ്പോൾ യെല്ലോ കളറിൽ ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്തായിരിക്കും എന്ത് വരിക? ഈ 3ഉം കൂടെ വരുന്ന കോമൺ റീജിയൻ വരുന്നത് അല്ലേ? അപ്പോൾ S1 ഇൻ്റർസെക്ഷൻ S2 ഇൻ്റർസെക്ഷൻ S3 എന്ന് പറയുന്നത് എന്താണ്? S1ഉം S2ഉം S3യിലും കോമൺ ആയിട്ട് വരുന്ന റീജിയൻ ഏതാണ്? യെല്ലോ കളറിൽ കാണുന്ന റീജിയൻ അല്ലേ കോമൺ റീജിയൻ? നിങ്ങൾ ആ സൊല്യൂഷൻ റീജിയൻ നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഈ ഒരു റീജിയനിൽ നിങ്ങൾക്ക് എത്ര പോയിന്റ്സ് എടുക്കാൻ പറ്റും? എത്ര പോയിന്റ്സ് ഉണ്ട്? കോമൺ പോയിന്റ്സ് ഉണ്ട്. നൗ ടെൽ മീ ആൻസർ. വാട്ട് ഈസ് ദി ആൻസർ? പെട്ടെന്ന് പറ. ഓക്കെ ഹാബിദ്,
അപ്പോൾ യെല്ലോ കളറിൽ കാണുന്ന റീജിയനിൽ എത്ര പോയിന്റ്സ് ഉണ്ടെന്ന് പെട്ടെന്ന് പറഞ്ഞേ, പെട്ടെന്ന് പറ. എത്ര പോയിന്റ്സ് ഉണ്ട്? നിങ്ങൾക്ക് എത്ര പോയിന്റ്സ് എണ്ണാൻ പറ്റും അവിടെ? S1 intersection S2 intersection S3 has how many points? Is it a singleton set? No. ഒരു പോയിന്റ് ആണോ ഉള്ളത്? അല്ല. 2 elements? No. Option A wrong, B wrong. Exactly 3 elements? No, wrong. Which one is correct? C is correct. C is correct. There are infinitely many elements. So infinitely many elements അല്ലേ ഒരു റീജിയനിൽ ഉണ്ടാകുക. So the answer is infinitely many elements. എപ്പോഴും ശ്രദ്ധിക്കുക, റീജിയനിലുള്ള എലമെൻസുകളുടെ എണ്ണം ഇൻഫൈനൈറ്റ് ആയിരിക്കും. ഇഫ് യു ഹാവ് എനി റീജിയൻ ഇൻഫൈനൈറ്റ്. യെസ്, KBFC, ഗുഡ് മക്കളെ. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? യെസ്, C is the correct answer. Anu, you are right. C is the correct answer. Yes, yes, yes. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? റെഡി റെഡി? നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ സ്പീഡായിട്ട്, എന്നാലേ നമുക്ക് ഉഷാറായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. എനർജി, നിങ്ങളെ കമൻസ് ആണ് എനർജി. ഓക്കെ, ജസ്റ്റ് റെസ്പോണ്ട് ചെയ്യുക, അപ്പോൾ നമുക്ക് ഉഷാറായിട്ട് മുമ്പോട്ട് പോവാം. എനർജി വരട്ടെ. ഓക്കെ, യെസ്, മുഹമ്മദ് ഫുവാദ് കറക്റ്റ്. ആൻസർ C കറക്റ്റ് ആണ്. ഡെഫിനറ്റ്ലി C is the answer. ഓക്കെ, യെസ്, ഓക്കെ 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 റൈറ്റ്. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 2021 മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. I is equal to root of -1. നമ്മളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നോക്കൂ, യെസ്, ശ്രദ്ധിക്കൂ. ഇവിടെ നിങ്ങൾ ഒമേഗ എന്ന് പറയുന്ന ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയിൽ വരുന്ന ഒമേഗനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയണം. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി നമുക്കറിയാം. ഒമേഗയുടെ വാല്യൂ എന്തായാലും അറിഞ്ഞിരിക്കണം. ഒമേഗയുടെ വാല്യൂ എന്ന് പറയുന്നത് -1 + I√3 /2. ഇതാണ് ഒമേഗ ആയിട്ട് നമ്മൾ എടുക്കാറ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒമേഗ സ്ക്വയർ ആയിട്ട് എടുക്കാറ് എന്താണ്? -1 - I√3 /2 ആണ്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ മാത്രം പഠിച്ചു വെക്കരുത്. ഇതിൽ ചെറിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം. അതായത് -ω² എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1 + I√3 /2 അല്ലേ? രണ്ട് സൈഡും ഞാൻ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം -ω² എന്ന് പറയുന്ന ആൾ 1 + I√3/2 ആണ്. ഇപ്പോൾ 1 + I√3/2 എവിടെ കണ്ടാലും -ω² ആവാൻ സാധ്യതയുണ്ട്. -ω² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സോൾവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോൾവ് ചെയ്യാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് നമ്മൾ ആ വാല്യൂ കൂടെ പഠിച്ചു വെക്കണം കേട്ടോ. -ω² എന്ന് പറഞ്ഞാൽ 1 + I√3 /2 ആണ്. ഓക്കെ, ഈ രണ്ട് വാല്യൂസ് മാത്രം ഇവിടെ ആവശ്യമുള്ളൂ ഈ പ്രോബ്ലം ചെയ്യാൻ. പിന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ഒന്ന് രണ്ട് ചെറിയ ഫോർമുലകൾ മതി, റിസൾട്ടുകൾ മതി. വേറെ ഒന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ വളരെ വലുതാണ്, പക്ഷെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ശ്രദ്ധിച്ചോളൂ, എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാനിത് ഡിസ്കസ് ചെയ്ത് നോക്കിക്കോ. -1 + I√3. ഓക്കെ, ഇവിടെ നമുക്ക് -1 + I√3 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. -1 + I√3 എന്ന് പറഞ്ഞാൽ മാത്രം അത് കംപ്ലീറ്റ് അല്ലല്ലോ, ഒരു /2 ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ ഒരു /2 കൊടുത്തോ. ഇതിൻ്റെ പവർ എത്രയാ? 21. പക്ഷേ ഇവിടെ ഒരു /2 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? × 2⁻21. ബാലൻസ് ആയില്ലേ? ദർ ഈസ് നോ ഇഷ്യൂ. ഡിവൈഡഡ് ബൈ, പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിനോമിനേറ്റർ നോക്കൂ, 1 - I² ആണ്. 1 - I കണ്ടാൽ നിങ്ങൾ എപ്പോഴും അതിനെ സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്യണം. അതിനെ സ്ക്വയർ ആക്കി മാറ്റണം. 1 - I². പക്ഷേ 24 അല്ലേ ഹോൾ പവർ ഉള്ളത്? പക്ഷെ ഇവിടെ സ്ക്വയർ എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ 12 എടുത്താൽ മതി. 12 × 2 24 ആണ്. കറക്റ്റ് ഓർ നോട്ട്? 12 × 2 24 ആണ്. സോ ദർ ഈസ് നോ ചേഞ്ച്. 1 - I² നമുക്ക് വളരെ ഈസി ആയിട്ട് -2i എന്ന് എഴുതാൻ പറ്റും. പ്ലസ് ഇതേ ഐഡിയ നിങ്ങൾ അടുത്തതിനെ ഉപയോഗിക്കുക. ഉപയോഗിച്ച് നോക്കുക. 1 + I√3. ഓക്കെ, /2 കൊടുത്തു, whole⁻21 കൊടുത്തു. പക്ഷേ ഇത് തെറ്റാണ്. × 2⁻21 ചെയ്താൽ ഇത് കറക്റ്റാണ്. ഓക്കെ, ബാലൻസ് ചെയ്തു. ഞാൻ 2⁻21 താഴെ എക്സ്ട്രാ വരുന്നുണ്ട്, മുകളിൽ അത് കൊടുത്തിട്ട് അത് ബാലൻസ് ആക്കി. പക്ഷേ /2 കൊടുത്തതിൻ്റെ റീസൺ മനസ്സിലായല്ലോ. /2 കൊടുത്തു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണ്? നമുക്ക് ഒമേഗയിലേക്കൊക്കെ കൊണ്ടുവരാം, എക്സ്പ്രസ് ചെയ്യാം, എളുപ്പമാണ്. ഡിവൈഡഡ് ബൈ 1 + I² നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 + I² എഴുതണം. ഞാൻ പറഞ്ഞില്ല എപ്പോഴും 1 + I അതിൻ്റെ സ്ക്വയറിലേക്ക് എഴുതാൻ വേണ്ടി ട്രൈ ചെയ്യുക. ദെൻ വി ഹാവ് whole⁻⁻⁴ എത്രയാണ്? പവർ 12 ആണ്. whole⁻⁻⁴ എത്രയാണ്? പവർ 12 ആണ്. 12 × 2 24 കിട്ടുന്നു. മാറ്റമൊന്നുമില്ല. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? K ആണ്. ദിസ് ഈക്വൽ ടു K.
നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സിഗ്മ സമ്മേഷനാണ്. പക്ഷേ അവിടെ n അറിഞ്ഞാലേ നമുക്ക് സമ്മേഷൻ പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. j is equal to 0 to n plus 5 ആണ്. അവിടെ n എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സമ്മേഷൻ ചെയ്യാൻ കഴിയുള്ളൂ. സമ്മേഷൻ്റെ സൊല്യൂഷനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ n കണ്ടുപിടിക്കണം. n എന്ന് പറഞ്ഞാൽ മോഡുലസ് കെയുടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. n is equal to ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ ഓഫ് മോഡ് കെ ആണ്. പക്ഷേ മോഡ് കെ അറിയണമെങ്കിൽ കെ എന്താണെന്ന് അറിയണം. കെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ് നമ്മളിവിടെ. ഓക്കെ, നമ്മളിവിടെ കെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പം നിങ്ങൾക്കറിയാം ഇവിടെ കാണുന്ന, ശ്രദ്ധിക്കൂ, ഇവിടെ കാണുന്ന ഇത് ഈ സംഭവം ഉണ്ടല്ലോ, 1 + i√3 എന്ന് പറയുന്ന ഈ സംഭവം. അതുപോലെ ഇവിടെ ഉണ്ടല്ലോ, ഇതെന്താണ് സാധനം, അതെന്താണെന്ന് നോക്കിയേ. അത് ഒമേഗയല്ലേ. ω⁻21 × 2⁻21 ഡിവൈഡഡ് ബൈ 1 - i ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -2i ആണ്. -2i ഹോൾ റേസ് ടു 12 ഉണ്ട്. ഓക്കെ, പ്ലസ് അടുത്തത് -ω ആണ്. -ω സ്ക്വയർ ആണ്. -ω സ്ക്വയർ അല്ലേ, -ω സ്ക്വയർ ഹോൾ റേസ് ടു 21 ആണ്. -ω സ്ക്വയർ ഹോൾ റേസ് ടു 21 ആണ്. ഓക്കെ, then divided by 1 + i whole square is +2i. +2i ഹോൾ സ്ക്വയർ ആണ്. സോറി, ഹോൾ റേസ് ടു 12 ആണ്. ഹോൾ സ്ക്വയർ അല്ല, ഹോൾ റേസ് ടു 12 ആണ്. ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു k. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ω⁻21 എത്രയാ? 21. ω³ എന്ന് പറയുന്നത് 1 അല്ലേ. 3യുടെ മൾട്ടിപ്പിൾ ഏത് വന്നാലും ω⁻, ഇനി 3യുടെ മൾട്ടിപ്പിൾ ω⁻3k. ω⁻3k എന്ന് പറയുന്നത് 1 അല്ലേ. ω⁻3k എന്ന് പറയുന്നത് 1 അല്ലേ. അപ്പോൾ ഒമേഗയുടെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നതെല്ലാം 1 ആണ്. 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നതൊക്കെ 1 ആണ്. അപ്പോൾ ഇയാൾ എന്തായിട്ട് മാറി? 1 ആയിട്ട് മാറി. അപ്പോൾ 2⁻21 എഴുതാം. ഡിവൈഡഡ് ബൈ ഇതെത്ര വരും നോക്കൂ, -2i⁻12 എന്ന് പറഞ്ഞാൽ നെഗറ്റീവൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും. കാര്യം i⁻12 എന്ന് പറഞ്ഞാൽ i4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. i⁻4k 1 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. i⁻4k എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. 4ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നതെല്ലാം 1 ആണ്. അപ്പോൾ ഇവിടെ 12 4ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? -2i ഹോൾ റേസ് ടു 12 എന്ന് പറയുന്നത് ആക്ച്വലി വെറും 2⁻12 ആണ്. ഓക്കെ, പ്ലസ് ഇവിടെ നോക്കൂ, ω² ഹോൾ റേസ് ടു 21 ഉണ്ട് അല്ലേ. ω² ഹോൾ റേസ് ടു 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അത് 42 ആണ്. അതെന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ ആണ്. 42 എന്ന് പറഞ്ഞാൽ 3ൻ്റെ മൾട്ടിപ്പിൾ ആ. 4 + 2 6 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ എനിവേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് നമുക്ക് -1⁻21 ആണ്. സോ ദിസ് ബിക്കം മൈനസ്. ആൻഡ് ഇവിടെ 2⁻21 ഉണ്ട്. 2⁻21 ഞാൻ ഇവിടെ വിട്ടിട്ടുണ്ട്. ഓക്കെ, 2⁻21 ഉണ്ട്. ഇവിടെ -1 ആണ്. സോ -2⁻21 ഉണ്ട് ഡിവൈഡഡ് ബൈ 2⁻12 എന്ന് കിട്ടി. നോക്കൂ, ഈ ക്വാണ്ടിറ്റി തന്നെയാണ് ഈ ക്വാണ്ടിറ്റി, ബട്ട് നെഗറ്റീവ് സൈൻ ആണ്. സോ ബോത്ത് വിൽ ക്യാൻസൽ, യു വിൽ ഗെറ്റ് ആൻസർ 0. സോ വാട്ട് ഈസ് കെ? കെ വാല്യൂ ഈസ് 0. കെ എത്ര കിട്ടിയിട്ടുണ്ട്? കെയുടെ വാല്യൂ 0 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. കെയുടെ വാല്യൂ 0 ആണെങ്കിൽ വാട്ട് ഈസ് n? n എന്ന് പറയുന്നത് എന്താണ്? n is equal to greatest integer. മോഡ് k ആണ്, മോഡ് 0 ആണ്. That answer is going to be 0. So n is equal to 0 എന്ന് കിട്ടി. n എന്താണ്? 0 ആണ്. Is it clear to everyone? n is equal to 0 ആണ്. ഓക്കെ അല്ലേ? n is equal to 0. അപ്പോൾ ω⁻3യുടെ മൾട്ടിപ്പിൾ വന്നാൽ 1, i⁻4ൻ്റെ മൾട്ടിപ്പിൾ വന്നാൽ 1. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. -ω ഹോൾ റേസ് ടു -ω സ്ക്വയർ അല്ലേ. -ω² ഹോൾ റേസ് ടു 21 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ω⁻42 ആണ്. ഇറ്റ് ഈസ് -1. ഓക്കെ, അത്രയും കാര്യങ്ങൾ അറിയേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം ക്യാൻസൽ ചെയ്ത് പോയി. പോസിറ്റീവ് നെഗറ്റീവ് ക്യാൻസൽ ചെയ്ത് പോയി. ആൻസർ 0 കിട്ടി. k 0 ആണ്. ദെയർഫോർ n is equal എന്താണ്? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ ഓഫ് മോഡ് k ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ 0. n is equal to 0 എന്ന് കിട്ടി. n is equal എന്ത് കിട്ടി? 0 കിട്ടി. ഇനി നമുക്ക് ഈസി ആയിട്ട് ഈ സമ്മേഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്നെ ശ്രദ്ധിച്ചോളൂ, n 0 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിഗ്മ j is equal to 0 to n plus 5 ആണ്. n 0 അല്ലേ, അപ്പോൾ ഇവിടെ 5 പോരെ. പിന്നെന്തുള്ളത്? j plus 5 ഹോൾ സ്ക്വയർ മൈനസ് ഇവിടെ സിഗ്മ j is equal to 0 to n plus 5. n 0 ആണ്. സോ 5 വരെ മതി. ഇവിടെ j plus 5 ഉണ്ട്. ഓക്കെ, j plus 5 ഉണ്ട്. നമ്മൾ വാല്യൂസ് കൊടുക്കുകയാണ്. ജെക്ക് വാല്യൂ കൊടുക്കുകയാണ്. എന്നിട്ട് അത് ആഡ് ചെയ്യുകയാണ്. ജെക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ 5 വരും. 5 സ്ക്വയർ. ജെക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ 6 വരും. 6 സ്ക്വയർ അടുത്ത് കൊടുക്കുക 7 സ്ക്വയർ. അങ്ങനെ ഓൾ ദ വേ അപ് ടു ജെക്ക് ലാസ്റ്റ് നമ്മൾ 5 കൊടുക്കുമ്പോൾ 5 + 5 10 സ്ക്വയർ വരും. മൈനസ് അവിടെ നമുക്ക് ജെക്ക് 0 കൊടുക്കുമ്പോൾ 5 + 6
പ്ലസ് എക്സെട്ര പ്ലസ് 5 കൊടുക്കുന്ന സമയത്ത് 5 + 5 10 വരും. ഓക്കെ, ഇത്രയും ബ്രാക്കറ്റിൽ ഇടാം. ആൻസറായി. യു ക്യാൻ കാൽക്കുലേറ്റ് ദി ആൻസർ നൗ. ഇത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇതിന് ആൻസർ നിങ്ങൾ ചെയ്താൽ മതി, കിട്ടും. ഇനിവേ എങ്ങനെ ചെയ്യേണ്ടത് പറഞ്ഞേ, എങ്ങനെ ചെയ്യാൻ പറ്റൂ? ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്ര ചെയ്താൽ മതി. ഇപ്പോൾ നോക്കൂ, 5² + എക്സെട്ര + 10² അല്ലേ, സ്ക്വയർ കണ്ടുപിടിച്ച് ആഡ് ചെയ്യാൻ സമയം എടുക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, 1 to 4 വരെയുള്ള സം ഓഫ് ദ സ്ക്വയർ ആഡ് ചെയ്യുക, എന്നിട്ട് അത് മൈനസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ മതി. 1² + 2² + 3² + 4². ഓക്കെ, പ്ലസ് 5² + 6² + എക്സെട്ര പ്ലസ് 10². ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. ആഡ് ചെയ്ത 1² + 2² + 3² + 4² മൈനസ് ചെയ്യണം. ഓക്കെ, അത് മൈനസ് ചെയ്യുക. മൈനസ് 5 + 6 + എക്സെട്ര + 10 വരെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടുക? സം ഓഫ് ദി നമ്പേഴ്സ് 45 അല്ലേ. ഇതിന് ആൻസർ എത്ര കിട്ടും? n × n + 1/2 ചെയ്യാം. ഇവിടെ n നമ്പർ ഓഫ് ടേംസ് 10 ആണ്. സോ നമ്മളെ ഫോർമുല എന്താണ്? സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് കാണാനുള്ള ഫോർമുല n × n + 1 × n + 1/6 അല്ലേ. സോ n × n + 1, n 10 ആണ്, n + 1 11 ആണ്. n × n + 1 × 2n + 1, 2 × 10, 2 × 10, 20 + 1 21. n × n + 1 × 2n + 1 ഡിവൈഡ് ബൈ 6 മൈനസ് അവിടെ 4 ആണ്. n × n + 1 5 ഇൻറ്റു 2n + 1 4 × 2 8 + 1 9 ഡിവൈഡ് ബൈ 6 മൈനസ് 45. ജസ്റ്റ് കാൽക്കുലേറ്റ് ഇറ്റ്, വിൽ ഗെറ്റ് ദ ആൻസർ. 6 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 2, 21 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 7, 2 10 കട്ട് ചെയ്യുമ്പോൾ 5. ഓക്കെ, 5 × 55, 55 × 7 മൈനസ് 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 2, ഇവിടെ 3, ഇവിടെ 2, ഇത് എത്ര കിട്ടും? 30 മൈനസ് 45. ഓക്കെ, അപ്പോൾ ഒന്ന് മൾട്ടിപ്പിൾ നോക്കൂ. 55 × 7 എത്ര കിട്ടും? 385 മൈനസ് 75. 385 മൈനസ് 75 is equal to 3 കിട്ടി. ആൻസർ ഈസ് 310. 310 ഈസ് ദി ആൻസർ. ഓക്കെ, ആൻസർ ഈസ് 310. മക്കൾ ഓക്കെ ആണോ? ഇത്രയും ഭാഗങ്ങൾ ഓക്കെ ആണോ എന്ന് പെട്ടെന്ന് പറഞ്ഞേ. 310 ഈസ് ദി ആൻസർ. ജസ്റ്റ് കാൽക്കുലേഷൻ മാത്രമാണ്, അറിയാവുന്ന സിമ്പിൾ കാൽക്കുലേഷനാണ്. മെയിൻ കാൽക്കുലേഷൻസ് മനസ്സിലായല്ലോ, എങ്ങനെ ചെയ്യേണ്ടത്, ഒമേഗ ഒക്കെ വെച്ച് നമ്മൾ എങ്ങനെ പ്രൊസീഡ് ചെയ്യണം എന്നുള്ളതാണ് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ബാക്കി സിമ്പിളാണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കമ്പാരിറ്റീവ്ലി കുറച്ച് ടൈം കൺസ്യൂം ചെയ്യുന്ന ക്വസ്റ്റൻ ആണിത്. എനിവേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവല്ലേ? അടുത്ത ക്വസ്റ്റൻ ശ്രദ്ധിച്ചോളൂ. Z1 Z2 be the roots of the equation z² പ്ലസ് എന്താണ് AZ + 12 = 0. നോക്കൂ, z² പ്ലസ് AZ പ്ലസ് 12 = 0ൻ്റെ രണ്ട് റൂട്ട്സ് ആണെന്ത്? ഒന്ന് Z1 ഉം ഒന്ന് Z2. ഓക്കെ, Z1 Z2 ഫോം ആൻ ഇക്വലേറ്റഡ് ട്രയാങ്കിൾ വിത്ത് ഒറിജിൻ. Then the value of mod A is. ഇപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ്, ശ്രദ്ധിച്ചോളൂ. ഒരു ഇക്വലേറ്റഡ് ട്രയാങ്കിൾ എടുക്കുക. നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ഞാൻ പറയുന്നത്. ഇക്വലേറ്റഡ് ട്രയാങ്കിളിലെ രണ്ട് വെർട്ടീസസുകളാണ് Z1 Z2. 3 വെർട്ടീസസ് എടുക്കുകയാണ്, Z1 Z2 Z3. ഒരു ഇക്വലേറ്റഡ് ട്രയാങ്കിളിൽ ശ്രദ്ധിച്ചോളണം, ഇക്വലേറ്റഡ് ട്രയാങ്കിളിൽ 3 വെർട്ടീസസ് ആണ് Z1 Z2 Z3 എങ്കിൽ നിങ്ങൾ ഈ റിസൾട്ട് മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. റിസൾട്ട് ഇതാണ്. Z1 റിസൾട്ട് ഞാനിവിടെ എഴുതാം, ശ്രദ്ധിച്ചോ. ഇഫ് Z1 Z2 ആൻഡ് Z3 ആർ ദി വെർട്ടീസസ് ഓഫ് ആൻ ഇക്വലേറ്റഡ് ട്രയാങ്കിൾ, ദെൻ ദർ ഇസ് എ റിസൾട്ട് പഠിക്കണേ. Z1² പ്ലസ് Z2² പ്ലസ് Z3² is equal to Z1 Z2 പ്ലസ് Z2 Z3 പ്ലസ് Z1 Z3. ഓക്കെ, റിസൾട്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇവിടെ Z3 ആരാന്ന് പറയുന്നുണ്ട്? Z3 ആരാണ്? ഒറിജിൻ ആണ്, ഒരു വെർട്ടെക്സ് ഒറിജിൻ ആണ്. Z1 Z2 എന്ന് പറയുന്നത് ഇതിൻ്റെ റൂട്ട്സ് ആണ്. Z3 ഒറിജിൻ ആണ്. ഒറിജിൻ വരുന്നതൊക്കെ 0, ഒറിജിൻ വരുന്ന ഭാഗം 0 കണ്ടോ, അതൊക്കെ 0 ആയിപ്പോയി. ഇനി സിമ്പിളാണ്. Z1² പ്ലസ് Z2² is equal to എന്തുള്ളത്? Z1 Z2. Z1² പ്ലസ് Z2² എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് അറിയോ? അത് നമ്മൾ പഠിക്കണം. Z1 പ്ലസ് Z2 ഹോൾ സ്ക്വയർ മൈനസ് 2Z1 Z2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു Z1 ഇൻറ്റു Z2. ബാക്കി ടേംസ് ഒക്കെ 0 ആയിപ്പോയില്ലേ. Z1 പ്ലസ് Z2 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? 3Z1 Z2 എന്ന് കിട്ടി. ശരിയല്ലേ? Z1 Z2 എന്താണ്? തന്നിട്ടുള്ള ക്വാഡ്രാറ്റിക്കിൻ്റെ റൂട്ട്സ് ആണ്. സം ഓഫ് റൂട്ട്സ് നിങ്ങൾക്ക് അറിയാം.
സം ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ ആണ്. അപ്പോൾ ഇവിടെ മൈനസ് എ കിട്ടും. പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സി ബൈ എ ആണ്, അതായത് 12 കിട്ടും. ശരിയല്ലേ? അങ്ങനെയാണ് Z1 പ്ലസ് Z2 എനിക്ക് എന്ത് കൊടുക്കാം? മൈനസ് എ കൊടുക്കാം. മൈനസ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു Z1 Z2. Z1 Z2 ഇസ് 12. മൈനസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എ സ്ക്വയർ. എ സ്ക്വയർ ഇസ് 36. എ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 6 വരും. ബട്ട് മോഡ് എ എന്ന് പറഞ്ഞാൽ ആരാണ്? 6 ആണ്. മോഡ് എ ഇസ് ഈക്വൽ എന്താണ്? 6 ആണ്. സോ ദിസ് ആൻസർ ഈസ് ഗോയിങ് ടു ബി 6. മക്കളെ ക്ലിയർ ആണോ? ആൻസർ ഈസ് ഗോയിങ് ടു ബി 6. സിമ്പിൾ ആണ്. പക്ഷെ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട റിസൾട്ട് എന്താണ്? Z1 Z2 Z3 എന്ന് പറയുന്നത് ഒരു ഇക്വലേറ്റർ ട്രയാങ്കിളിന്റെ വെർട്ടിസസ് ആണെങ്കിൽ, Z1 സ്ക്വയർ പ്ലസ് Z2 സ്ക്വയർ പ്ലസ് Z3 സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? Z1 Z2 പ്ലസ് Z2 Z3 പ്ലസ് Z1 Z3 ആണ്. Z3 ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താണ്? ആ ഒറിജിൻ വരുന്നതൊക്കെ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ Z3 വരുന്ന സ്ഥലത്തൊക്കെ 0 കൊടുത്തേക്കുക. ബാക്കി നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിമ്പിളായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ബട്ട് വെരി വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. പഠിച്ചു നോക്കുക കേട്ടോ. ഓക്കെ അല്ലേ? റെഡി? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നോക്കിയേ. അനദർ ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. Z is a complex number and is satisfying log of mod Z minus 1 plus 3 divided by 3 into mod Z minus 1 plus minus 2 which is less than or equal to 1 and the base of log is given to be 0.5. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചോ. മോഡ് Z minus 1 നമ്മൾ തൽക്കാലം T എന്ന് കൊടുക്കുക. എന്ത് കൊടുക്കുക? T എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ച മക്കളെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ. ശ്രദ്ധിച്ചോളേ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. മോഡ് Z minus 1 T എന്ന് കൊടുത്താൽ ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? T plus 3 divided by 3T minus 2 എന്ന് എഴുതാം. which is less than or equal to 1 and the base is 0.5. okay, log of something base 0.5 is less than or equal to 1 ആണ്. ക്ലിയർ? ഇനി ഞാനിവിടെ എഴുതാൻ പോകുന്നത് ശ്രദ്ധിച്ചോളൂ. T plus 3 divided by 3T minus 2 is greater than or equal to 1 by 2 the whole power എത്രയാണ്? 1. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. നോക്കൂ, ലോഗിൻ്റെ ബേസ് 1-നേക്കാൾ കുറവാണെങ്കിൽ നിങ്ങൾ ലോഗിനെ റിമൂവ് ചെയ്യുന്ന സമയത്ത്, അതായത് ലോഗിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിട്ട് മാറും എന്നറിയോ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് മാറും. പ്രത്യേകം ശ്രദ്ധിക്കുക. നോക്കൂ, ബേസ് എന്ന് പറഞ്ഞാൽ 1.5 ആണ്, 1/2 ആണ്. ആ 0.5/1 ആണ് അവിടെ വരിക. റൈറ്റ് സൈഡിൽ വരിക 0.5/1 ആണ്. 0.5/1 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ക്ലിയർ അല്ലേ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനീക്വാലിറ്റി റിവേഴ്സ് ആവുന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. മാത്രമല്ല ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ 3T minus 2 കണ്ടോ ഡിനോമിനേറ്ററിൽ, അതിനെ നിങ്ങൾ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യരുത്. ബിക്കോസ് T ഈസ് എ വേരിയബിൾ. T എന്താണ്? വേരിയബിൾ ആണ്. അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യരുത്, തെറ്റാണ്. അപ്പോൾ ഇതിനെങ്ങനെ ചെയ്യണം? T plus 3 divided by 3T minus 2 minus 1/2. ആ 1/2 ഇങ്ങോട്ട് കൊണ്ടുവരിക. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇനി ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. വൺ സൈഡ് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ കിട്ടുന്നത് 2T plus 6 minus 3T plus 2 divided by 2 into 3T minus 2 which is greater than or equal to 0 എന്ന് കിട്ടും. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഇതിന് എത്ര കിട്ടും? 2T 3T കുറയ്ക്ക്, മൈനസ് T കിട്ടും. മറ്റേത് 8 ആയി. ഡിവൈഡ് ബൈ 2 into 3T minus 2 greater than or equal to 0. റിമെമ്പർ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം T not equal to 2/3 ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. പ്ലീസ് നോട്ട് ഓൺ ദിസ്. T not equal to 2/3 ആണ്. ഡിനോമിനേറ്റർ cannot be 0. So 3T minus 2 cannot be 0. That means T cannot be എത്രയാ? 2/3. T cannot be 2/3. Note on that. ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? മൈനസ് T plus 8 greater than or equal to 0 ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. രണ്ട് സൈഡ് ഒന്ന് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുമെന്നറിയോ? T minus 8. നോക്കൂ, ന്യൂമറേറ്ററിലേക്ക് മൈനസ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തേക്കുക. T minus 8 divided by 2 into 3T minus 2 എന്ന് പറയുന്നത് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും ഇനീക്വാലിറ്റി റിവേഴ്സ് ആയി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയി. ഓക്കെ, നമ്മൾ ക്രിറ്റിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കുക, നമ്പർ ലൈൻ യൂസ് ചെയ്യുക. ഓക്കെ, അവർ ആൻസർ ഈസ് ഫിനിഷ്ഡ്. ആൻസർ കംപ്ലീറ്റ് ആയി എന്ന് മനസ്സിലാക്കിക്കോ. ഇവിടെ ക്രിറ്റിക്കൽ പോയിന്റ് എത്രയൊക്കെ പറ? T equal to 8 ആണ്. T equal to 8 ഒരു ക്രിറ്റിക്കൽ പോയിന്റ് ആണ്. T equal to 2/3 ഒരു ക്രിറ്റിക്കൽ പോയിന്റ് ആണ്. ബട്ട് റിമെമ്പർ, T cannot be 2/3. ഇറ്റ്സ് ഓൺലി എ ക്രിറ്റിക്കൽ പോയിന്റ്. സോ 2/3 മാർക്ക് ചെയ്യുക. ഓക്കെ, 2/3 മാർക്ക് ചെയ്യുക. ഫസ്റ്റ് 2/3 അല്ലേ, പിന്നെ 8 മാർക്ക് ചെയ്യുക. ഓക്കെ, ദെൻ വി പുട്ട് പ്ലസ് മൈനസ് പ്ലസ് സൈൻ. നമ്മുടെ ഇനീക്വാലിറ്റി എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്.
എന്ന് പറഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. നെഗറ്റീവ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ഓൺലി ദിസ് റീജിയൻ വി ക്യാൻ കൺസിഡർ. ബട്ട് ഇൻ ദിസ് 8 is included. But same time 2/3 is excluded because 2/3 is excluded because 2/3 എടുക്കാൻ പാടില്ല tക്ക്. It is in the denominator. Okay. 3t minus 2 in the denominator. T not equal to 2/3. അപ്പം നോക്കൂ, t എന്ന് പറയുന്നത് lies between 2/3 and 8 ആണ്. t lies between 2/3 and 8 ആണ്. 2/3 ഓപ്പൺ ആണ്, 8 ക്ലോസ്ഡ് ആണ്. ഓക്കെ, അതായത് 2/3 ലെസ് ദാൻ t നെ റീപ്ലേസ് ചെയ്യുക. t എന്ന് പറഞ്ഞാൽ മോഡ് z-1 അല്ലേ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 അല്ലേ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, മോഡ് z-1ന്റെ മിനിമം മാക്സിമം വാല്യൂ എത്രയാണ് നോക്കുക. ഓപ്ഷൻ നോക്കൂ, എ മാക്സിമം വാല്യൂ ഓഫ് മോഡ് z-1 is 4. ദാറ്റ് ഈസ് റോങ്. മാക്സിമം വാല്യൂ 4 അല്ലല്ലോ. മോഡ് z-1 ലൈസ് ബിറ്റ്വീൻ 2/3 and 8. 8 പോസിബിൾ ആണ്. അപ്പോൾ മാക്സിമം 4 എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാര്യം 4ന് ശേഷവും z-1 പോസിബിൾ ആണ്. മാക്സിമം വാല്യൂ ഓഫ് മോഡ് z-1 is 8 എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ്. ആൻഡ് മിനിമം വാല്യൂ ഓഫ് z-1 is 3/2 റോങ് ആണ്. 3/2 എന്ന് പറയുന്ന ഒരു പോയിന്റ് അവിടെ ഇല്ല, റോങ് ആണ്. 3/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് ആക്ച്വലി 1.5 ആണ്. 1.5 is there but it is not the minimum. After that only we have minimum. 3/2 എന്ന് പറഞ്ഞ പോയിന്റ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് അതിന് ശേഷം പോയിന്റുകളുണ്ട്, ഇഷ്ടംപോലെ പോയിന്റ്സ് ഉണ്ട്. സോ ഇത് റിജക്റ്റഡ് ആണ്. മിനിമം വാല്യൂ ഓഫ് z-1 2/3 is also wrong because 2/3 എന്ന് പറയുന്ന നമ്പർ അറ്റൈൻഡ് അല്ല, അത് ഓപ്പൺ ആണ്. സോ ദിസ് ഈസ് നോട്ട് ആക്സെപ്റ്റബിൾ and 8 is acceptable. So the answer is option B. B is correct. Okay അല്ലേ മക്കളെ, B correct ആണല്ലോ. Yes, I think it is clear to everyone. Okay, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 8 നന്നായിട്ട് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 8 എന്താണ്? There is one way to choose real numbers m and n such that when the polynomial, ഏതാണ് polynomial നോക്കൂ, polynomial 5x raised to 4 plus 4x cube plus 3x square plus mx plus n. ഇതാണ് ഒരു പോളിനോമിയൽ. ഓക്കെ, ഈ പോളിനോമിയലിനെ നിങ്ങൾ x സ്ക്വയർ പ്ലസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ഇഫ് യു ഡിവൈഡ് ദിസ് പോളിനോമിയൽ ബൈ x സ്ക്വയർ പ്ലസ് 1, ദ റിമൈൻഡർ ഈസ് 0. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, റിമൈൻഡർ ഈസ് 0. ഇത് 0 ആണ് കേട്ടോ. റിമൈൻഡർ ഈസ് 0. ഇഫ് m and n assumes these unique values, m and n will get a unique value for this condition, then what is m minus n? In order to satisfy this condition, what is the condition? If you divide this polynomial, this big polynomial by x square plus 1, your remainder will be 0, and this condition will be satisfied by the unique values of m and n, and then we have to find the difference of m and n. m minus n we have to find. Okay, understood the question? അപ്പോൾ നമുക്കറിയാം, ഒരു പോളിനോമിയലിനെ വേറൊരു പോളിനോമിയൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് 1 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിനെ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു, നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു സം കോഷ്യൻ്റ് എന്ന് എഴുതാം. സം കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ എന്ന് എഴുതാം. ആൻഡ് ദ റിമൈൻഡർ ഈസ് 0. ക്ലിയർ ഓർ നോട്ട്? ഇതിൻ്റെ മീനിങ് എന്താണെന്ന് അറിയാലോ? ഈ പോളിനോമിയലിനെ എക്സ് സ്ക്വയർ പ്ലസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യൻ്റ് ആണ് ക്യൂ ഓഫ് എക്സ് ആൻഡ് ദ റിമൈൻഡർ ഈസ് 0. സോ വി ക്യാൻ റൈറ്റ് ദി പോളിനോമിയൽ ആസ് എന്താണ്, ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ, ഇങ്ങനെ എഴുതാൻ പറ്റും. നിങ്ങൾക്കറിയാലോ, ഇവിടെ റിമൈൻഡർ 0 ആയതുകൊണ്ട് ആ ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എന്ന് എഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യൂ ഓഫ് എക്സിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെ റൂട്ട്സ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എക്സ് സ്ക്വയർ പ്ലസ് 1 നിങ്ങൾക്ക് 0ക്ക് ഇക്വേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. ഇവിടുന്ന് എക്സ് ഈക്വൽ ടു ഒന്നുകിൽ i അല്ലെങ്കിൽ -i എന്ന് കിട്ടും. ശരിയല്ലേ? ഒന്നുകിൽ i കിട്ടും അല്ലെങ്കിൽ -i കിട്ടും. ഇനി ശ്രദ്ധിച്ചോ, i കൊടുത്താലും -i കൊടുത്താലും എക്സ് സ്ക്വയർ പ്ലസ് 1 0 ആണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ i കൊടുക്കുകയാണ്, എക്സിന് ഞാനിവിടെ i കൊടുക്കുകയാണ്. എക്സിന് i കൊടുക്കുന്ന സമയത്ത് എന്താ കിട്ടുമെന്നറിയോ? 5 ഇൻറ്റു i റേസ് ടു 4 പ്ലസ് 4 ഇൻറ്റു i ക്യൂബ് പ്ലസ് 3 ഇൻറ്റു i സ്ക്വയർ പ്ലസ് m ഇൻറ്റു i പ്ലസ് n ഇസ് ഈക്വൽ ടു, ഇവിടെ കൊടുത്താൽ 0 അല്ലേ, അവിടെ 0 കിട്ടി. അടുത്ത് ഞാൻ എക്സിന് -i കൊടുക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കാൻ ശ്രദ്ധിച്ചോ? 5 ഇൻറ്റു -i ഹോൾ റേസ് ടു 4 പ്ലസ് 4 ഇൻറ്റു -i ഹോൾ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു -i ഹോൾ സ്ക്വയർ പ്ലസ് m ഇൻറ്റു -i പ്ലസ് n ഇസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. Now I am going to simplify this. ശ്രദ്ധിക്കൂ, ഇതിന് ഞാൻ സിംപ്ലിഫൈ ചെയ്യുന്നത് ശ്രദ്ധിച്ചോളൂ. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക,
ഐ റേസ്റ്റ് 4 നമുക്കറിയാം 1 ആണ്, ഐയുടെ പവർ 4 വന്നാൽ 1 ആണ്, 4ൻ്റെ മൾട്ടിപ്പിൾ വന്നാലും 1 ആണ്. അപ്പോൾ അത് 5 ആയി. ഐ ക്യൂബ് നമുക്ക് മൈനസ് ഐ എന്നറിയാം. സോ 4i കിട്ടി. ഐ സ്ക്വയർ -1 3 കിട്ടി. പിന്നുള്ളതൊരു എം ഐ ഉണ്ട് പ്ലസ് ഒരു എൻ ഉണ്ട് ഈസ് ഈക്വൽ ടു 0 ആണ്. ഞാൻ ഈ രണ്ടാമത്തേനെ എഴുതാൻ ശ്രദ്ധിച്ചോ. ഐ റേസ്റ്റ് -i റേസ്റ്റ് 4 ആണ്. -i റേസ്റ്റ് 4 എന്ന് പറയുന്നത് 5 ആണ്. ഇവിടെ എന്ത് കിട്ടും? ഐ ക്യൂബ് എന്ന് പറയുമ്പോൾ -i ആണ്. -i ക്യൂബ് എന്ന് പറയുമ്പോൾ അത് +i ആയി. സോ ദിസ് ഈസ് പോസിറ്റീവ് 4i. -i സ്ക്വയർ ഈസ് പോസിറ്റീവ് ഐ ആണ്. -i സ്ക്വയർ എന്ന് പറയുന്നത് പോസിറ്റീവ് ഐ ആണ്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? +3 എന്ന് എഴുതാൻ പറ്റും അല്ലേ? പോസിറ്റീവ് ഐ അല്ലേ വരിക? ഓക്കെ, പോസിറ്റീവ് ഐ സ്ക്വയർ. സോ ദിസ് ഇസ് -3 നോട്ട് +3, ദിസ് ഇസ് -3. ശ്രദ്ധിക്കണം. ദെൻ -mi ഉണ്ട് പ്ലസ് n ഉണ്ട് ഇസ് ഈക്വൽ ടു 0 ആണ്. നൗ വി ആർ ഗോയിങ് ടു ആഡ് ദീസ് ടു. രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടാൻ ശ്രദ്ധിച്ചേ? 5 + 5 10 കിട്ടും. ഇത് 0 ആയി. ഇവിടെ നമുക്ക് -6 കിട്ടും. ഇത് 0 ആയി. ഇവിടെ നമുക്ക് 2n കിട്ടി. ഇതിൽ നമുക്ക് 2n കിട്ടിയല്ലോ. 2n എന്ന് പറഞ്ഞാൽ ആരാണ്? 2n എന്ന് പറഞ്ഞാൽ 10 - 6 എത്രയാണ്? 4 ആണ്. അത് അപ്പുറത്ത് പോകുമ്പോൾ -4 ആയി. സോ n is equal to -2 എന്ന് കിട്ടി. n is equal to -2 കിട്ടി. ഇനി സബ്ട്രാക്ട് ചെയ്താലോ? നമുക്ക് സബ്ട്രാക്ട് ചെയ്യും. 5 നിന്ന് 5 കുറയ്ക്കുക 0. -4i is -8i. -3 നിന്ന് -3 പോയാൽ 0. mi - mi is -2mi. n നിന്ന് n പോയാൽ 0 and that is equal to 0. ഇതിൽ നമുക്ക് എന്ത് കിട്ടി? i കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2m is equal to 8 എന്ന് കിട്ടും. 2m is equal to 8 എന്ന് കിട്ടും. ഇതിൽ m is equal എന്ത് കിട്ടി? 4 എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് m - n ആണ്. m എത്രയാണ്? 4 ആണ്. മൈനസ് ഓഫ് n എത്രയാണ്? -2 ആണ്. 4 - -2 becomes what? 6. So what is our answer? 6. So option C is the right answer. C റൈറ്റ് ആൻസർ ആണെന്ന് കിട്ടിയില്ലേ? ഞാൻ കുറച്ച് സ്പീഡ് ചെയ്ത് പോയതാണ്. നിങ്ങൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. സിമ്പിളാണ്. ലോജിക് കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിന് ആൻസർ എത്രയാണ്? 6 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമുക്കിനി ഇഫ്താർ ബ്രേക്കിന് ശേഷം ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും വീണ്ടും റീജോയിൻ ചെയ്യാം. ഓക്കെ, ബൈ.
ഹായ്, വെൽക്കം ബാക്ക്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ് കേട്ടോ. റെഡി ആയില്ല എല്ലാവരും? അപ്പോൾ നോക്കുക, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ബി ദി റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 2 ഈക്വൽ ടു 0, then the least value of n for which alpha by beta whole raised to n is equal to 1 ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ രണ്ട് റൂട്ട്സുകളാണ് ആൽഫ ബീറ്റ. അപ്പോൾ നമുക്ക് ഇതിനെ പെട്ടെന്ന് സോൾവ് ചെയ്തിട്ട് രണ്ട് റൂട്ട്സ് കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഒക്കെ യൂസ് ചെയ്യാം, പക്ഷേ അതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാര്യം ഇതിന് നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ഇസ് ഈക്വൽ ടു മൈനസ് 1 എഴുതാം. കാര്യം 2 നമുക്ക് 1 പ്ലസ് 1 എഴുതാം. അതിലൊരു 1 അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ഓക്കെ, എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 1 എഴുതാം. അപ്പോൾ നമുക്ക് എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു ഐ എന്ന് കിട്ടും. ഐ മീൻ പ്ലസ് ഓർ മൈനസ് ഐ കിട്ടും. ഒന്നുകിൽ ഐ എന്ന് കിട്ടും, അല്ലെങ്കിൽ മൈനസ് ഐ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ എന്ത് കിട്ടും? 1 പ്ലസ് ഐ എന്ന് കിട്ടാം, അല്ലെങ്കിൽ 1 മൈനസ് ഐ എന്ന് കിട്ടാം. സോ ദിസ് ഈസ് ആക്ച്വലി ദ എക്സ് വാല്യൂ, അതർവൈസ് റൂട്ട്സ്. ഓക്കെ, രണ്ട് റൂട്ട്സ് കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു റൂട്ടിനെ നമുക്ക് ആൽഫ എന്ന് എടുക്കാം. ആൽഫ ഇപ്പോൾ നമുക്ക് 1 പ്ലസ് ഐ ആണെങ്കിൽ ബീറ്റ എന്ന് പറയുന്നത് 1 മൈനസ് ഐ എന്ന് എടുക്കാം. ഓക്കെ, ക്ലിയർ? തിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ആൽഫ 1 മൈനസ് ഐയും ബീറ്റ 1 പ്ലസ് ഐ എടുത്താലും നമ്മൾ ആൻസറിൽ മാറ്റമൊന്നും വരില്ല. നമുക്ക് വേണ്ടത് ആൽഫ ബൈ ബീറ്റ ഓൾ റേസ് ടു n ആണ്. അപ്പോൾ ശ്രദ്ധിച്ചോ, നമുക്ക് വേണ്ടത് ആൽഫ ബൈ ബീറ്റ ഓൾ റേസ് ടു n ഇസ് ഈക്വൽ ടു 1 ആകുമ്പോൾ എന്നിൻ്റെ ലീസ്റ്റ് വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആൽഫയ്ക്ക് പകരം 1 പ്ലസ് ഐ ഓട്ട കൊടുക്കുന്നു, ഡിവൈഡ് ബൈ 1 മൈനസ് ഐ, then whole raised to n is equal to 1 ആണ്. 1 plus i വന്നാൽ you always try to make the square. Okay, 1 plus i the whole square divided by 1 minus i the whole square. ബാലൻസ് ചെയ്യാൻ വേണ്ടി ഹോൾ പവർ n by 2 എന്ന് എഴുതണം. ശരിയല്ലേ? ആ n by 2 1 plus ഐയുടെ പവറിലേക്കും 1 minus ഐയുടെ പവറിലേക്കും കൊടുത്താൽ 2 ക്യാൻസൽ ചെയ്തിട്ട് n എന്ന് കിട്ടും. There is no mistake. This is equal to 1. What is 1 plus i whole square? 1 plus i whole square is 2i. 1 minus i whole square is minus 2i, and this whole raised to n by 2 is equal to 1. ഇത് രണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 1 ഹോൾ റേസ് ടു n by 2 is equal to 1 എന്ന് കിട്ടി. ഇതിൽ നമുക്ക് മനസ്സിലായി n by 2 is equal to എത്രയാണ്? 2 ആണ് അല്ലേ? മൈനസ് 1 സ്ക്വയർ is equal to 1. The least value, actually the least value of n is this. ഓക്കെ, ലീസ്റ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ 0 വരും. സോറി, എത്ര വരും? 2 എഴുതാം. സോ n is equal എത്ര കിട്ടി? ഇംപ്ലൈസ് n is equal to എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. So the least value of n is 4, which is satisfying. Alpha by beta whole raised to n is equal to 1. So the answer is going to be 4. 4 is the answer. I think it is clear. 1 plus i divided by 1 minus i. വന്നാൽ എന്ത് ചെയ്യണം? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, മിക്ക പ്രോബ്ലത്തിലും നമ്മൾ 1 plus i whole square by 1 minus i whole square ആക്കുക. അതിനനുസരിച്ച് പവർ അഡ്ജസ്റ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എഴുതുക. ദെൻ സോൾവ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, ഇതാണ് ക്വിക്ക് വേ എന്ന് പറയുന്നത്. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പെട്ടെന്ന് പറഞ്ഞേ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറഞ്ഞേ. ജസ്റ്റ് കമൻറ്റ് ഇറ്റ്. ക്ലിയർ ആണോ? റെഡി റെഡി? ഉഷാറാവൂ. ഓക്കെ ആണെന്ന് പറയൂ. ഓക്കെ ആണെന്ന് പറയൂ. എന്നാലും എനിക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, പെട്ടെന്ന് പറയും. യെസ് അനു. ഓക്കെ അനു, യെസ്. ഓക്കെ, ഗുഡ് ഗുഡ്. ഓക്കെ ആണല്ലേ? യെസ്, ഗുഡ്. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കോംപ്ലക്സ് നമ്പറിലെ JEE മെയിൻ 2019 ക്വസ്റ്റ്യൻ ആണ്. സി ദി ഇക്വേഷൻ മോഡ് z മൈനസ് ഐ ഈക്വൽ ടു മോഡ് z മൈനസ് 1 വേർ ഐ ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് 1 റെപ്രസെൻറ്റ്സ്. ഇതെന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സർക്കിളാണോ അല്ലെങ്കിൽ ലൈനാണോ എന്നൊക്കെയാണ് ചോദ്യം. ഓക്കെ, പെട്ടെന്ന് കണ്ടാൽ നമുക്ക് സർക്കിളാന്നൊക്കെ ഫീൽ ചെയ്യും. കാര്യം എന്താ? സർക്കിളാണെന്ന് ഫീൽ ചെയ്യണമെങ്കിൽ മോഡ് z മൈനസ് z നോട്ട് ഈക്വൽ ടു ഒരു 6 ആയിട്ട് വരണം, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് വരണം, 6. അപ്പോഴേ നമുക്ക് സർക്കിൾ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ? ഞാനിവിടെ ചെയ്യുന്ന ശ്രദ്ധിച്ചോളൂ. നോക്കൂ, മോഡ് z മൈനസ് ഐ ഈസ് ഈക്വൽ ടു മോഡ് z മൈനസ് 1 ആണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണിത്. സെഡിനെ നമുക്ക് എക്സ് പ്ലസ് അയോട്ട വൈ എന്നെടുത്താൽ
സെഡിന് നമുക്ക് എക്സ് പ്ലസ് അയോട്ട വൈ എന്ന് എടുത്താൽ ഇതെന്തായിട്ട് മാറും? ലെഫ്റ്റ് സൈഡ് എക്സ് പ്ലസ് അയോട്ട വൈ, ഓക്കെ, മൈനസ് ഐ ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എക്സ് പ്ലസ് അയോട്ട വൈ -1 എഴുതാം. ഓക്കെ, ക്ലിയർ? ഇനി ഞാനിവിടെ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? റിയൽ പാർട്ടുകൾ നമ്മൾ ഒന്ന് ക്ലബ് ചെയ്യുക. റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ. പ്ലസ് ഈ ഐ വൈ മൈനസ് ഐ എന്ന് ഞാനൊരു ഐനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ y -1 എന്ന് വരും. ശരിയല്ലേ? y -1 വരും. ഓക്കെ, ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു മോഡ്, ഇവിടെ നമുക്ക് എക്സ് -1 എന്ന് പറയുന്നത് റിയൽ പാർട്ടാണ്, പ്ലസ് ഐ വൈ എന്ന് പറയുന്നത് അവിടുത്തെ ഐ ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇമാജിനറി പാർട്ട്. ഇനി നമ്മൾ രണ്ട് സൈഡ് നോക്കുക. രണ്ട് സൈഡും നമുക്കറിയാം എന്താണ് മോഡ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞ അർത്ഥം. മോഡ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ? റൂട്ട് ഓഫ് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നമുക്ക് റൂട്ട് ഓഫ് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് സ്ക്വയർ പ്ലസ് വൈ -1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം, ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് -1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതാം. സിമ്പിൾ അല്ലേ? ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ സെഡിന് എക്സ് പ്ലസ് ഐ വൈ എന്ന് അങ്ങ് അസ്യൂം ചെയ്തേക്കുക. അത്രയേ ഉള്ളൂ. ബാക്കി സിംപ്ലിഫിക്കേഷൻ ഫാസ്റ്റായിട്ട് ചെയ്യാം. രണ്ട് സൈഡ് സ്ക്വയറിങ് ചെയ്താൽ എന്താ കിട്ടുക? എക്സ് സ്ക്വയർ പ്ലസ് വൈ -1 ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്താൽ വൈ സ്ക്വയർ -2y + 1 എന്ന് കിട്ടും, ഈക്വൽ ടു എക്സ് -1 ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്താൽ എക്സ് സ്ക്വയർ -2x + 1 കിട്ടും, then plus y square is there. Okay, everybody clear? Clear? ഇത്ര ഓക്കെ ആണോ? നോക്കൂ ഓക്കെ ആണോ? പറയൂ, റെസ്പോണ്ട് ചെയ്യൂ, പ്ലീസ് റെസ്പോണ്ട്. പെട്ടെന്ന് പറയൂ. ഇത്ര ഓക്കെയാണ്, എനിക്ക് ഫോർവേഡ് ചെയ്യാം. ഓക്കെ റെഡി? ഇവിടെ എന്തൊക്കെ ആൻസർ ഇത് പറയൂ. എക്സ് സ്ക്വയർ ക്യാൻസൽഡ് ആൻഡ് വൈ സ്ക്വയർ ക്യാൻസൽഡ്, +1 ക്യാൻസൽഡ്. നോക്കൂ, -2y is equal to -2x, -2 ക്യാൻസൽഡ്, y equal to x. Yes, Anu, very good. Y equal to x. Very good. Y equal to x is the answer. അപ്പോൾ ഓപ്ഷൻ നോക്കുക. സർക്കിൾ റോങ്. ദി ലൈൻ ത്രൂ ദി ഒറിജിൻ വിത്ത് സ്ലോപ്പ് 1. കറക്റ്റ്. y equal to 1 സ്ലോപ്പ് എത്രയാണ്? ഓക്കെ, കറക്റ്റ്. y equal to Anu, ഓക്കെ, റൈറ്റ്. y equal to x സ്ലോപ്പ് എത്രയാണ്? 1 ആണ്. സോ യെസ്, y equal to x സ്ലോപ്പ് നിങ്ങൾക്ക് അറിയാലോ, 45 ഡിഗ്രി ആംഗിളിലല്ലേ പോവുക. സ്ലോപ്പ് 1 ആണ്. So B correct, C circle wrong, and D line through origin with slope -1 is wrong. Y equal to -x ആണെങ്കിൽ സ്ലോപ്പ് -1 വരാൻ ചാൻസ് ഉണ്ട് അല്ലേ? -1 വരും. 135 ഡിഗ്രി വരും. 90 + 45 135 ഡിഗ്രി വരും. ഓക്കെ, കറക്റ്റ്. Now look at this question. And another important question. ഇതേ കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസ് ധാരാളം വരാറുണ്ട്, പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ട് നോക്കൂ. മോഡുലസിൻ്റെ ഉള്ളിൽ തന്നിട്ടുള്ളത് z - 5 - 7i = 9 ആണ്. അത് സർക്കിളിൻ്റെ ഇക്വേഷൻ നല്ല അണ്ടർസ്റ്റുഡ് ആണ്. മോഡ് ഓഫ് z - z0 = r. ദെൻ ഫൈൻഡ് ദി മിനിമം ആൻഡ് മാക്സിമം വാല്യൂ ഓഫ് z - 2 - 3i. അത് മറ്റൊരു സർക്കിളാണ്. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് നമുക്ക് ജോമെട്രി ബേസ്ഡ് ആയിട്ട് ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ഞാൻ ജോമെട്രി ബേസ്ഡ് ആയിട്ട് പോകുന്നില്ല, ഞാൻ ജസ്റ്റ് അല്ലാതെ ചെയ്യാൻ വേണ്ടി പോവാണ്. ശ്രദ്ധിച്ചോളൂ. ഇവിടെ ചെയ്യുന്നത്, നിങ്ങൾ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി പഠിച്ചിരിക്കണം. മോഡ് z1 + z2 എന്ന് പറഞ്ഞാൽ, മോഡ് z1 + z2 എന്ന് പറയുന്നത്, ഓക്കെ റെഡി. മോഡ് z1 + z2 lies between mod z1 plus mod z2, and the left hand side is mod z1 minus mod z2. അതിൻ്റെ മോഡുലസ് എടുക്കണം കേട്ടോ. ഇവിടെ ഡബിൾ മോഡുലസ്, ഇവിടെ ലെഫ്റ്റ് സൈഡിലെ മോഡുലസിൻ്റെ ഉള്ളിലാണ് mod z1 minus mod z2. The difference is always positive. That is why. Okay, reason clear? So this is called what? Triangle inequality. Triangle inequality is very important. നിങ്ങൾക്ക് മാക്സിമം മിനിമം റിലേറ്റഡ് ക്വസ്റ്റ്യൻസിൽ മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള കംഫർട്ടബിൾ ഫോർമുലയാണിത്. സോ റിമെമ്പർ ദി ഫോർമുല, triangle inequality. Okay, and how to utilize this inequality for this problem, that is what we are going to discuss now. Okay, now listen.
The question is asked is mod z minus 2 minus 3i. അതിൻ്റെ minimum and maximum is what? Okay. So let's try with that. നോക്കൂ, mod z minus 2 minus 3i. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനെ മാറ്റി എഴുതുന്ന ശ്രദ്ധിച്ചോ. ഇത് നിങ്ങൾ മാറ്റി എഴുതണം in terms of the given. അപ്പോൾ given എന്താണ്? z minus 5 minus 7i ആണ്. So I am going to write it as, നോക്കൂ, z minus 5 minus 7i എന്നങ്ങ് എഴുതാം. ഇതാണ് നമുക്ക് 9 തന്നിട്ടുണ്ട്. ഓക്കെ, മോഡുലസ് ക്ലോസ് ചെയ്യരുത്, ഇങ്ങനെ എഴുതാം. റൈറ്റ്, z minus 5 minus 7i എന്ന് എഴുതാം. ഇത് നമുക്ക് തന്നിട്ടുണ്ട്, ഇവിടെ ക്വസ്റ്റിൽ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ z മൈനസ്, നോക്കൂ, ഞാനിവിടെ എന്താ എഴുതിയത്? z മൈനസ് മോഡ് z മൈനസ് 2 മൈനസ് 3i ഈക്വൽ ടു എന്ന് എഴുതിയത്. ഇതിപ്പോൾ തെറ്റാണ്, ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ഇവിടെ ഞാൻ മോഡ് ക്ലോസ് ചെയ്തത് തെറ്റല്ലേ? അത് ഈക്വൽ അല്ലല്ലോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇവിടെ ഈ -5നെ -2 ആക്കണം. അപ്പോൾ ഒരു 3 ആഡ് ചെയ്യുക. അപ്പം -5 -3 എത്ര കിട്ടും? -5 3 ആഡ് ചെയ്താൽ -2. ഫൈൻ. ഇനി -3i ആക്കണം. -7നെ -3i ആക്കണം. അപ്പോൾ ഇവിടെ ഒരു 4i ആഡ് ചെയ്യുക. 4i ആഡ് ചെയ്യുക. അപ്പോൾ ബാലൻസ് ആയി. -7i plus 4i is -3i. Is it clear? Now consider this part as z1 and this part as z2. അപ്പോൾ ഇത് മോഡ് z1 പ്ലസ് z2 ഫോമാണ്. ഇത് z1 ആണ്, ഈ പാർട്ട് z2 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനിങ്ങനെ എഴുതാൻ പറ്റും. നോക്കിക്കോളൂ. മോഡ് z മൈനസ് 5 മൈനസ് 7iനെ മോഡ് z മൈനസ് 5 മൈനസ് 7i പ്ലസ് 3 പ്ലസ് 4i, ഇതാണ് ഞാനിപ്പോൾ തൊട്ട് മുകളിൽ എഴുതിയത്. ഇതിന് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ലേ? ബിറ്റ്വീൻ എന്താണ്? ഇൻ ബിറ്റ്വീൻ ഏതാണ്? നോക്കൂ, മോഡ് z1 പ്ലസ് മോഡ് z2. മോഡ് z1 എന്ന് പറഞ്ഞാൽ മോഡ് z മൈനസ് 5 മൈനസ് 7i എന്ന് എഴുതി, പ്ലസ് അനദർ z2ൻ്റെ മോഡ് എന്ന് പറയുന്നത് 3 പ്ലസ് 4i എന്ന് എഴുതി. ഓക്കെ, ഇവിടെയാണെങ്കിൽ എങ്ങനെ എഴുതണം? ഓക്കെ, മോഡ് മോഡ് z മൈനസ് 5 മൈനസ് 7i, റൈറ്റ്, പ്ലസ് മോഡ് 3 പ്ലസ് 4i പ്ലസ് മോഡ് 3 പ്ലസ് 4i. ഇതിന് മൊത്തത്തിലൊരു മോഡുലസ്, ശരിയല്ലേ? ദിസ് ഈസ് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, ഇത് z1 ആണ്, ഇത് z2 ആണ്. ഇത് മോഡ് z1i, ഇത് മോഡ് z2i. ഇത് മോഡുലസിൻ്റെ ഉള്ളിൽ എന്താണ് വരിക? മോഡുലസിൻ്റെ ഉള്ളിൽ മോഡ് z1 മൈനസ് ആണ് ഇവിടെ, നോട്ട് പ്ലസ്, ഇറ്റ് ഈസ് മൈനസ്. ഓക്കെ, മോഡ് z1 മൈനസ് മോഡ് z2. അപ്പോൾ റൈറ്റ് സൈഡിൽ രണ്ട് മോഡുലസിൻ്റെ സമ്മാണ്, ലെഫ്റ്റ് സൈഡിൽ രണ്ട് മോഡുലസിൻ്റെ ഡിഫറൻസ് ആണ്. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. അതുകൊണ്ട് നമ്മൾ അതിനെ മോഡുലസിനുള്ളിൽ കീപ്പ് ചെയ്യുകയാണ്. ഓക്കെ മക്കളെ, ഇത്ര ഓക്കെ ആണോ? പെട്ടെന്ന് പറ. ഇവിടെ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ആണോ? ഫൈൻ. ഇത്ര ഓക്കെ ആണോ? ക്വിക്ക്ലി റെസ്പോണ്ട്. ഇത്ര ഓക്കെ ആണോ? മോഡ് z1 പ്ലസ് z2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് z1 പ്ലസ് മോഡ് z2. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ മോഡ് z1 മൈനസ് മോഡ് z2. ഓക്കെ, റെഡി? ട്രയാങ്കിൾ ഇനീക്വാലിറ്റി, യെസ്. ഓക്കെ. ഇനി ശ്രദ്ധിച്ചോളൂ. ഇതിൻ്റെ മോഡുലസ് ഇതെത്രയാണ്? ഈ വാല്യൂ എത്രയാണ്? മോഡുലസിൻ്റെ ഉള്ളിൽ ഇതെത്രയാണ്? ഇത് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 9 ആണ്. ഇത് 9 ആണ്. മൈനസ് ഇതിൻ്റെ മോഡുലസ് മോഡ് 3 പ്ലസ് 4i എന്ന് പറഞ്ഞാൽ എത്രയാണ്? മോഡ് 3 പ്ലസ് 4i എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 9 പ്ലസ് 16 അല്ലേ? അതെത്രയാ? 25ൻ്റെ റൂട്ട് 5 ആണ്. അപ്പോൾ 9 മൈനസ് 5 ആയി. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ നടുക്ക് കിടക്കുന്ന ഭാഗം എന്താണ് ഇത് സംഭവിച്ചിരിക്കുക? ഈ z മൈനസ് 5 മൈനസ് 7i പ്ലസ് 3 പ്ലസ് 4i എന്ന് പറയുന്നത് നത്തിങ് ബട്ട് z മൈനസ് 2 മൈനസ് 3i തന്നെയല്ലേ? ജസ്റ്റ് റീപ്ലേസ് ഇറ്റ്. ഓക്കെ, ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതിൻ്റെ ആൻസർ 9 ആണ്, പ്ലസ് മറ്റേതിൻ്റെ ആൻസർ 5 ആണ്. ഓക്കെ, റൈറ്റ് സൈഡ് എപ്പോഴും പോസിറ്റീവ് ആണ്, സോ നോ നീഡ് ഓഫ് മോഡുലസ്. ഇവിടെ ആൻസർ എത്ര കിട്ടി? 9 5 കുറയ്ക്കുക 4 ആണ്. എനിവേ അബ്സല്യൂട്ട് വാല്യൂ ഇസ് 4. ലെസ് ദാൻ ഈക്വൽ ടു മോഡ് z മൈനസ് 2 മൈനസ് 3i വിച്ച് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു 14. അപ്പോൾ നോക്കൂ, ഇതാണ് മിനിമം, ഇതാണ് മാക്സിമം. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മിനിമവും മാക്സിമമാണ്. അപ്പോൾ മിനിമം എന്ന് പറയുന്നത് 4 ആണ്, മാക്സിമം എന്ന് പറയുന്നത് 14 ആണ്. അപ്പോൾ മിനിമം മാക്സിമം എന്നുള്ള ഓർഡറിൽ എടുക്കുക. 4,14. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ടു എവരി വൺ? സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ജസ്റ്റ് എ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി. ടു സ്റ്റെപ്പിൽ ആൻസർ ആയി. ദിസ് ഓൾസോ എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. പ്രീവിയസ് ഇയർ ജെയ്ക്ക് വന്നാണ്. ഇതേ സ്റ്റൈലിലുള്ള ക്വസ്റ്റ്യൻസ് ധാരാളം വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേ സ്റ്റൈലിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് ഇതേ ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, റൈറ്റ്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊരു ചോദ്യമാണിത്.
Z1 ആൻഡ് Z2 രണ്ട് കോംപ്ലക്സ് നമ്പറുകളാണ്. സാറ്റിസ്ഫൈങ് mod Z1 is equal to 9 and mod Z2 minus 3 minus 4i is equal to 4, then the minimum value of mod Z1 minus Z2 is 2019 വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് ജോമെട്രി ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്, അല്ലാതെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങൾക്കൊരു വെറൈറ്റി ഓഫ് മെത്തേഡാണ് പരിചയപ്പെടുത്തുന്നത്, ശ്രദ്ധിച്ചോളൂ. ദിസ് ഈസ് സംതിങ് ഡിഫറെൻറ്റ് വൺ. ശ്രദ്ധിക്കുക, മോഡ് Z1 എന്ന് പറഞ്ഞാൽ മോഡ് Z1 is equal to 9. See, Z1 and Z2 be complex numbers. ഇപ്പോൾ മോഡ് Z1 എന്ന് പറഞ്ഞാൽ mod Z1 is equal to 9 എന്ന് പറഞ്ഞാൽ സർക്കിൾ ആണ്, whose center is 0 0 and radius is 9. സർക്കിൾ വിത്ത് സെൻറ്റേഡ് അറ്റ് 0 0 and radius 9. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മോഡ് Z1 is equal to 9 എന്ന് പറയുന്ന സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് 0 0 ആണ്, റേഡിയസ് എന്ന് പറയുന്നത് 9 ആണ്. മോഡ് Z2 മൈനസ് 3 മൈനസ് 4iനെ Z2 മൈനസ് ഓഫ് 3 പ്ലസ് 4i എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു 4. ഇതിനെ ഞാൻ C1 എന്ന് എടുക്കുന്നു, അടുത്ത C2 ആണ്, സെൻറ്റർ 2 ആണ്. ഇതിനെ ഞാൻ R1 എന്ന് എടുക്കുന്നു, റേഡിയസ് 1. ഓക്കെ, രണ്ട് സർക്കിളിലോട്ട് സെപ്പറേറ്റ് എടുക്കാം. C2 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് 3,4 ആണ്, ആൻഡ് ദി റേഡിയസ് സേ R2 ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു 4. റേഡിയസ് 4 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമുക്ക് സെൻറ്റർ C1 C2 തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒന്ന് കണ്ടുപിടിക്കുക. C1 C2 തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും പറ? C1 C2 തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? C1 ഉം C2 തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നോക്കൂ, 3 മൈനസ് 0 ഹോൾ സ്ക്വയർ അല്ലേ, 3 മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് 4 മൈനസ് 0 ഹോൾ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 9 പ്ലസ് 16 ആൻഡ് വിച്ച് ഈസ് ഗോയിങ് ടു ബി 5. ഈ ആൻസർ എത്ര കിട്ടി? 5 എന്ന് കിട്ടിയല്ലോ. ഈ ആൻസർ 5 എന്ന് കിട്ടിയല്ലോ. C1 C2 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? C1 എന്ന് C2ലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 5 ആണ്. അതുപോലെ നമ്മൾ മോഡ് R1 മൈനസ് R2, അതായത് R1 മൈനസ് R2 അല്ലെങ്കിൽ R2 മൈനസ് R1, ആ റേഡിയസിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മോഡ് 9 മൈനസ് 4 ആണ്. നിങ്ങൾക്ക് 4 മൈനസ് 9 ചെയ്താലും കുഴപ്പമൊന്നുമില്ല, മോഡുലസ് വാല്യൂ എടുക്കുക, 5 ആണ്. ഈ രണ്ട് ആൻസർ സെയിം ആണ്. ഈ രണ്ട് ആൻസർ സെയിം ആണല്ലോ. ഈ രണ്ട് ആൻസർ സെയിം ആണെങ്കിൽ അതിനർത്ഥം എന്താണെന്നറിയോ? ഈ രണ്ട് സർക്കിളും തമ്മിൽ ഇൻറ്റേർണലി ടച്ച് ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം. ഞാനത് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. നിങ്ങളത് ജോമെട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഇതൊരു സർക്കിളാണ്. ഓക്കെ, ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അതിനുള്ളിൽ ടച്ച് ചെയ്യുന്ന മറ്റൊരു സർക്കിൾ ഞാനിവിടെ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കണേ. ഇതിൽ ഞാൻ ആദ്യം വരച്ച സർക്കിളിൻ്റെ സെൻറ്ററാണിത് C1. രണ്ടാമത് വരച്ച സർക്കിളിൻ്റെ സെൻറ്ററാണ് C2. ഓക്കെ, നിങ്ങൾക്കറിയാം ആദ്യത്തെ സർക്കിളിൻ്റെ സെൻറ്റർ നോക്ക്, റെഡ് കളറിലേക്കുള്ള ഡിസ്റ്റൻസ് റേഡിയസ്. ഈ റേഡിയസ് എന്ന് പറയുന്നത് നോക്കൂ, ഇവിടെ ഞാൻ വരച്ചിട്ടുള്ള റേഡിയസ്, ഗ്രീൻ കളറിൽ കാണുന്ന റേഡിയസ് സപ്പോസ് R1. വലിയ സർക്കിൾ ഏതാണ്? അതിൻ്റെ റേഡിയസ് ഏതാണെന്ന് നോക്കിയേ. ഒറിജിൻ സെൻറ്റർ ആയിട്ടുള്ള സർക്കിൾ ഉണ്ട്, അതുപോലെ അത് C1 ഒറിജിൻ സെൻറ്റർ ആണ്. സോ ഇതിൻ്റെ റേഡിയസ് എത്രയാണ്? 9 ആണ്. ദിസ് റേഡിയസ് ഈസ് 9. ഞാൻ ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 9 ആണ്. കളർ ശ്രദ്ധിക്കുക കേട്ടോ. ഗ്രീൻ കളറിൽ കാണുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 9 ആണ്. ഞാൻ C2ൻ്റെ റേഡിയസ് വരയ്ക്കണം. C2ൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്, C2 എന്ന് പറയുന്ന സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്? 4 ആണ്. ഇപ്പോൾ C2ൻ്റെ റേഡിയസ് 4 ആണ്. അപ്പോൾ സർക്കിൾ ഇതാണ് റേഡിയസ്. ഓക്കെ, 4 ആണ്. ആ ഗ്രീൻ കളറിൽ കാണുന്നതും ബാക്കിയുള്ളതും എന്താണ്? 9 ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നോക്കൂ, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ് വരിക? ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 9 മൈനസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 അല്ലേ? ആ ഡിസ്റ്റൻസ് C1 C2നോട് ഈക്വൽ അല്ലേ? അപ്പോൾ C1 C2 എന്തിനോട് ഈക്വൽ ആണ്? R2വിൽ നിന്ന് R1 കുറയ്ക്കുന്നതിനോട് തുല്യമാണ്, അല്ലെങ്കിൽ R1 R2നോട് കുറയ്ക്കുന്നതിൻ്റെ മോഡുലസ്, മൊത്തത്തിൽ മോഡുലസ് എടുക്കാം. ഇങ്ങനെ ഈക്വൽ ആയി കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? സർക്കിൾസ് ടച്ചസ് ഇൻറ്റേർണലി ടച്ച് ചെയ്യുന്ന സർക്കിൾ ആകുമ്പോൾ നോക്കുക, Z1 Z2 തമ്മിലുള്ള Z1 എന്ന് പറയുന്നത് എവിടെയുള്ള പോയിന്റ് ആണ്? Z1 എന്ന് പറയുന്നത് ആക്ച്വലി സെൻറ്റർ 0 0 ആയിട്ടുള്ള C1 സെൻറ്റർ വരുന്ന സർക്കിളിലെ പോയിൻ്റാണ്. അതായത് റെഡ് കളറിൽ കാണുന്ന സർക്കിളിലെ പോയിൻ്റാണ് Z1 എന്ന് പറയുന്നത്. Z2 എന്ന് പറയുന്ന പോയിന്റുകളൊക്കെ എവിടെ ഉണ്ടാകുക? അവിടെയുള്ള പിന്നെ എന്താണ്, വയലറ്റ് കളറിൽ ഞാൻ വരച്ചിട്ടുള്ള സർക്കിളാണ്, ഉള്ളിൽ വരച്ചിട്ടുള്ള സർക്കിളിൽ കാണുന്ന പോയിൻ്റാണ് Z2. അപ്പോൾ ഈ Z1 Z2 തമ്മിലുള്ള ഡിഫറൻസിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ, ദാറ്റ് മീൻസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ Z1 ആൻഡ് Z2 മിനിമം വരുന്ന എവിടെയാണെന്ന് ശ്രദ്ധിച്ചു നോക്കും മക്കളെ. ഇത് ടച്ച് ചെയ്യുന്നില്ല ഇൻറ്റേർണലി. അപ്പോൾ Z1 Z2 തമ്മിൽ കോയിൻസിഡ് ആവില്ലേ? രണ്ടും ഒരേ പോയിന്റ് ആവില്ലേ?
ഒരേ പോയിന്റ് ആകുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 0 ആണ്. ഡിഫറൻസ് എത്രയാണ്? 0 ആണ്. അപ്പോൾ Z1 Z2 തമ്മിൽ അടുത്തടുത്ത് വരും, അല്ലെങ്കിൽ അത് തമ്മിൽ കോയിൻസൈഡ് ആകുമ്പോൾ അപ്പോൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടാവില്ല, ഡിസ്റ്റൻസ് 0 ആണ്. സോ ദ മിനിമം ഡിസ്റ്റൻസ് ഈസ് വാട്ട്? മിനിമം ഡിസ്റ്റൻസ് ഓഫ് Z1 മൈനസ് Z2 ഈസ്, ആൻസർ ഈസ് 0. അപ്പോൾ Z1 Z2 തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് എത്രയാണ്? 0 ആണ്. ഇതിന് മാക്സിമം ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റും. മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, റെഡ് സർക്കിളിൽ നിന്നും വയലറ്റ് സർക്കിളിലേക്കുള്ള മാക്സിമം ദൂരം എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ദാറ്റ് വിൽ ബി ദ മാക്സിമം വാല്യൂ ഓഫ് ദിസ് കോംപ്ലക്സ് നമ്പർ Z1 മൈനസ് Z2, ദ ഡിഫറൻസ് ബിറ്റ്വീൻ Z1 മൈനസ് Z2. ഓക്കെ, എനിവേ അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക കേട്ടോ, സിമ്പിളാണ്, ആലോചിച്ച് നോക്കുക. ഓക്കെ റഫീഖ്, യു ഗോട്ട് ഇറ്റ് നോ? വെരി ഗുഡ്. യെസ്, അപ്പോൾ എല്ലാവർക്കും ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇത് ഓക്കെ ആണോ നോക്കൂ. അപ്പോൾ ഇത് നമ്മൾ ജോമെട്രി ബേസ്ഡ് ആണ്. ആൻഡ് ഇത് ജസ്റ്റ് നമ്മളെ 2Dയിൽ നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റാണ്. സർക്കിൾസ് ടച്ചസ് ഇൻറ്റേർണലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാവുന്നതാണ്. അല്ലാതെ കോംപ്ലക്സ് പ്ലെയിനിൽ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ക്ലിയർ. ജോമെട്രി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഡോണ്ട് വറി. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ജോമെട്രിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. കോംപ്ലക്സ് നമ്പർ ജോമെട്രീസ് വിൽ ഡിസ്കസ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോവല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവല്ലേ? റെഡിയല്ലേ മക്കളെ? ഓക്കെ ആണോ? പ്രോബ്ലം ഓക്കെ ആണോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? എങ്ങനെ ഐഡിയ കൊടുക്കണം എന്നുള്ളത് മനസ്സിലാകുന്നുണ്ടല്ലോ. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിനെ എന്തുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ക്ലിക്കായി കഴിഞ്ഞാൽ സക്സസ്, നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് പെട്ടെന്ന് ക്ലിക്കായി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഡോണ്ട് വറി, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവല്ലേ? റെഡിയാ? യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കപ്പോൾ കോംപ്ലക്സ് നമ്പറിൽ കഴിഞ്ഞു. നമ്മളിനി സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ക്വസ്റ്റിലേക്ക് പോവാണ്. ഇവിടെ പ്രീവിയസ് ഇയർ JEEക്ക് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ദി സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് കോമൺ ബിറ്റ്വീൻ ദി സീരീസ്. നമുക്ക് രണ്ട് സീരീസുകൾ തന്നിട്ടുണ്ട്. രണ്ട് സീരീസും എക്സെട്ര എന്നാണ് കാണുന്നത്. എന്ന് വെച്ചാൽ എനി നമ്പർ ഓഫ് ടേംസ് പോസിബിൾ ആണ്. ഇതിൽ നമുക്കൊന്നും വേണ്ട, ആദ്യത്തെ 20 ടേംസ് കോമൺ വരുന്ന ആദ്യത്തെ 20 ടേംസിൻ്റെ സമ്മ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇത് ചെയ്യാനുള്ള ടെക്നിക്ക് ശ്രദ്ധിച്ചോളൂ. നമ്മൾ ആദ്യത്തെ സീരീസ് ഞാനൊന്ന് എഴുതാണ്, ശ്രദ്ധിക്കോ. 3 + 7 + 11 + 15. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊന്ന് ശരിക്കും ഒബ്സർവ് ചെയ്യുക. സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് കോമൺ ബിറ്റ്വീൻ ദി സീരീസ് എന്നേ പറയുന്നുള്ളൂ. ഈ സീരീസ് എന്താണ് ആക്ച്വലി? എന്താണ് ഈ സീരീസ്? നോക്കൂ, 3 + 4 അല്ലേ 7, 7 + 4 അല്ലേ 11, 11 + 4 അല്ലേ 15. അപ്പോൾ ഇതൊരു കോമൺ ഡിഫറൻസ് ഉള്ള ഒരു ടേംസുകളാണെന്ന് മനസ്സിലായി, സീരീസ് ആണെന്ന് മനസ്സിലായി. ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്. ആ കോമൺ ഡിഫറൻസ് ആകുമ്പോൾ ഇതെന്തായാലും അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. ഇനി നമുക്കൊരു 3-4 ടേംസും കൂടെ എഴുതണം. 3 + 4 7 ആണ്, 7 + 4 11 ആണ്, 11 + 4 15 ആണ്, 15 + 4 19 ആണ്, 19 + 4 എത്ര കിട്ടി? 23 കിട്ടി. ഓക്കെ, 23 + 4 27 കിട്ടി. ഇങ്ങനെ പോകുന്ന ഒരു സീരീസാണിത്. ഓക്കെ അല്ലേ? ഇങ്ങനെ പോകുന്ന ഒരു സീരീസാണിത്. അടുത്ത സീരീസ് നോക്കൂ. 1ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ 6 കിട്ടും? 5 ആഡ് ചെയ്താൽ കിട്ടും. 6 + 5 11 ആണ്, 11 + 5 16 ആണ്. അപ്പോൾ പിടി കിട്ടി ആ സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഞാൻ ഡിഫറൻസ് എഴുതാണ്. കോമൺ ഡിഫറൻസിന് ഞാൻ D1 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. കോമൺ ഡിഫറൻസ് 4 ആണ്. ഫസ്റ്റത്തെ സീരീസിലെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 ആണ്. എല്ലാവർക്കും മനസ്സിലായല്ലോ, കോമൺ ഡിഫറൻസ് 4 ആണ്. രണ്ടാമത്തെ സീരീസ് എഴുതുന്ന ശ്രദ്ധിച്ചോ. രണ്ടാമത്തെ സീരീസ് ഞാൻ എഴുതാണ് 1 + 6 + 11 + നോക്കൂ, 1 + 5 6, 6 + 5 11, 11 + 5 എത്ര കിട്ടും? 11 + 5 16, 16 + 5 21. ഇങ്ങനെ പോവുകയാണ്. 21 + 5 26, അങ്ങനെ പോവാണ്. ഇങ്ങനെ പോകുന്ന സീരീസാണ്. ഇതിൽ കോമൺ ഡിഫറൻസിന് ഞാൻ D2 എന്ന് ഡിനോട്ട് ചെയ്യാണ്. കോമൺ ഡിഫറൻസ് നമുക്കറിയാം 5 ആണ്. 5 ആഡ് ചെയ്തിട്ടാണല്ലോ പോകുന്നത്. കോമൺ ഡിഫറൻസ് 5 ആണ്. ഓക്കെ, നമുക്കൊരു സീരീസ് ഫോം ചെയ്യണം. അതിൽ 20 ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. സം ഓഫ് ഫസ്റ്റ് 20 ടേംസ്. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ആദ്യത്തെ ടേം ഏതാണെന്ന് നോക്കിയാൽ 3 ഇല്ല, 7 ഇല്ല. ഞാൻ ഓരോന്ന് വെച്ച് നോക്കുകയാണ്. 11 ഈസ് ദ കോമൺ ടേം 11 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ന്യൂ സീരീസിൻ്റെ എന്താണ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 11 ആണ്. പ്ലസ് ഇതിനിവിടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത് ശ്രദ്ധിച്ചോ. D1 4 ആണ്, D2 5 ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ട കോമൺ ഡിഫറൻസ് D ആണ്. D = ശ്രദ്ധിച്ചോ മക്കളെ, LCM ഓഫ് 4, 5 ആണ്.
LCM of 4,5 is 20. സോ നമ്മൾ ന്യൂ സീരീസിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ 11ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? 20 ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ടേം കോമൺ ആയിട്ട് വരുന്ന 11 ആണ്. രണ്ട് സീരീസിലും കോമൺ ആയിട്ട് വരുന്ന 11 ആണ്. അടുത്ത 11ൻ്റെ കൂടെ നമ്മൾ 20 ആഡ് ചെയ്യണം. 20 എങ്ങനെ കിട്ടിയാൽ മനസ്സിലായല്ലോ? ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂ സീരീസിൻ്റെ, നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന സീരീസിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ രണ്ട് സീരീസിലെ കോമൺ ഡിഫറൻസുകളുടെ LCM ആയിരിക്കും എപ്പോഴും. അപ്പോൾ 20 11ൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 20 + 11 is 31. അടുത്തത് എത്രയായിരിക്കും? 51. അങ്ങനെ പോകുന്ന ഒരു സീരീസ് ആയിരിക്കും. ശരിയല്ലേ? 20 ടേംസിൻ്റെ സമ്മേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 20 ടേംസ് വരെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ സമ്മ് കണ്ടുപിടിക്കാൻ പോവാണ്. സം ഇസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചോ, സം ഇസ് ഈക്വൽ ടു, ഇത്രയും ഓക്കെ ആണല്ലോ? സം ഇസ് ഈക്വൽ ടു, സമ്മിൻ്റെ ഫോർമുല സിമ്പിൾ അല്ലേ? നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമല്ലോ. n/2 × 20/2 × 2a + 2 × 11 + n-1 എന്ന് പറഞ്ഞാൽ 20 - 1 19 × d എന്ന് പറഞ്ഞാൽ എത്രയാ? 20. ഓക്കെ, n-1 × d, യു റൈറ്റ് n-1 എനിവേ, എഴുതിക്കോ, പിന്നെ കൺഫ്യൂഷൻ വരണ്ട. n-1 × d എന്ന് പറഞ്ഞാൽ എത്രയാ? 20 ആണ്. സോ ദിസ് ഈസ് 10 × 2 × 11 is 22 + 20 - 1 is 19. 19 × 20 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 × 22 + 19 × 20 is 380. 380 + 22 is 402. So 10 × 402 is equal to 3 term 4020. So your answer is going to be B. Is it correct or not? Your answer is B. 4020 is the answer. Okay ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? പെട്ടെന്ന് പറ. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. JEEക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സീക്വൻസ് ആൻഡ് സീരീസ് മസ്റ്റ് ആയിട്ട് പഠിക്കുക. ഷുവർ ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. Similar type of question you can expect and you can easily crack it. Okay, practice it well. Ready ആണോ? റെഡി ആണോ? ഓക്കെ ആണോ? ആൻസർ കിട്ടിയോ? അപ്പോൾ നമുക്ക് കോമൺ ടേംസുകളുടെ സമ്മ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിലെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? യൂസ് ചെയ്യേണ്ട ടെക്നിക്ക് എന്താണ്? LCM കണ്ടുപിടിക്കുക. എന്തിൻ്റെ LCM ആണ്? ഫസ്റ്റത്തെ സീരീസിൽ എന്താണ് കോമൺ ഡിഫറൻസ് എടുക്കുക, സെക്കൻഡ് സീരീസിലെ കോമൺ ഡിഫറൻസ് എടുക്കുക, അതിൻ്റെ LCM ആയിരിക്കും കോമൺ ടേംസ് വരുന്ന സീരീസിൻ്റെ കോമൺ ഡിഫറൻസ്. ഓക്കെ, റെഡി? എല്ലാവർക്കും ഓക്കെ ആണോ? ലെറ്റ് മീ നോ ഇൻ ദ ചാറ്റ് ക്വിക്ക്ലി. റെഡി? ഓക്കെ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവല്ലേ? ഓക്കെ, ആൻസർ 4020 കേട്ടോ. കറക്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക. യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. സംതിങ് റിലേറ്റഡ് വിത്ത് ദ സെയിം പ്രീവിയസ് വൺ. ദ നമ്പർ ഓഫ് ടേംസ് കോമൺ ടു APs ഈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് ടേംസ് കോമൺ ടു AP ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. AP എന്ന് കൃത്യമായി പറയുന്നുണ്ട്. മുമ്പത്തിൽ നമ്മൾ AP ആണെന്ന് ഒബ്സർവ് ചെയ്യാണ് ചെയ്തത്. ഇവിടെ നമ്മളോട് AP എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഫൈനാണ്. ഇതിൻ്റെ സീരീസ് എഴുതാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. AP ആണല്ലോ, ഉറപ്പല്ലേ, ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ 3 ആണ് ആദ്യത്തത്, രണ്ടാമത്തെ 7 ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി 3 + 4 7, കോമൺ ഡിഫറൻസ് 4 ആണ്. ഓക്കെ, 3 7 11. 11ൻ്റെ കൂടെ 4 ആഡ് ചെയ്യണം. 11ൻ്റെ കൂടെ 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 കിട്ടും, പിന്നെ 19 കിട്ടും, പിന്നെ 23 കിട്ടും, 27 കിട്ടും, 31 കിട്ടും. ഇങ്ങനെ പോകുന്നൊരു സീരീസാണ്. ഇതിൽ കോമൺ ഡിഫറൻസ് നമുക്കറിയാം. ഇതിലെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണ്. സോ D1 = 4. ഓക്കെ, D1 = 4 ആണ്. ക്ലിയർ? അടുത്ത സീരീസ് നോക്കൂ. അടുത്തത് AP എന്ന് പറയുന്നുണ്ടല്ലോ, 2 APs എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ അടുത്തത് 2 9 16. ഓക്കെ, ഇവിടെ നമ്മൾ ലാസ്റ്റ് പോകുന്നത് ഇവിടെ നിന്ന് എഴുതാനുണ്ട്. ലാസ്റ്റത്തെ ടേം 407 ആണ്. അത് എഴുതണം കൃത്യമായിട്ട്. 407 വരെ മൂവ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, 407 വരെ മൂവ് ചെയ്യാൻ പാടുള്ളൂ മാക്സിമം. അടുത്ത് നോക്കൂ, 2 16 എഴുതി, 2 9, 16. ഇവിടെ കോമൺ ഡിഫറൻസ് എത്ര? 2 + 7 is 9. 9 + 7 is 16. 16 + 7 is 23. 23 + 7 is 30. And it is going like this and all the way up to 709. Okay.
709 ആണ് ലാസ്റ്റ് വരുന്നത്. ഓക്കെ അല്ലേ? 709 ആണ് ലാസ്റ്റ് വരുന്നത്. ഇതിൽ കോമൺ വരുന്ന ഏതാണെന്നൊന്ന് ഒബ്സർവ് ചെയ്യാം. ഇതിൽ കോമൺ വരുന്നത് അതിന് മുമ്പ് ഇതിലെ ഡിഫറൻസ് എത്രയാണ്? D2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 7 ആണ്. D2 7 ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡി എന്ന് പറയുന്നത് എന്താണ്? ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ട ന്യൂ സീക്വൻസിലെ ഡി എന്താണ്? LCM ഓഫ് 4,7 ആണ്. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി 28. നമുക്ക് ആവശ്യമുള്ള സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 28 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സീക്വൻസ് എഴുതാൻ പോവാണ്. അപ്പോൾ ഇതിൽ കോമൺ ആരാണ്? 3 കോമൺ ആണോ? അല്ല. ഫസ്റ്റ് കോമൺ ടേം ഈസ് 23. ശരിയല്ലേ? 23 ആണ് ഫസ്റ്റ് കോമൺ ടേം. നമുക്ക് ഫസ്റ്റ് കിട്ടിയാൽ മതി, ബാക്കി പ്രൊസീഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ആദ്യം 23 എഴുതി. 23ൻ്റെ കൂടെ 28 ആഡ് ചെയ്യണം. 23 + 28 എത്ര കിട്ടും? 23 + 28 എത്ര കിട്ടുക? 30, 51 കിട്ടും. ശരിയല്ലേ? 51 വിച്ച് ക്യാൻ മൂവ്സ് ലൈക്ക് ദിസ്. ആൻഡ് ലാസ്റ്റ് ഓക്കെ, ഇതിങ്ങനെ പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പോകാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട്, രണ്ടാമത് നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ സീക്വൻസ് 407 അവസാനിക്കുന്നുണ്ട്, രണ്ടാമത്തെ സീക്വൻസിൽ 709 അവസാനിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോമൺ ആയിട്ട് കിട്ടിയിരിക്കുന്നത് 23, അടുത്ത 51 ഈ സീക്വൻസിൽ ഉണ്ടാവും. ഇങ്ങനെ പ്രൊസീഡ് ചെയ്താൽ 51 കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം കിട്ടുക, ഈ കോമൺ ആയിട്ട് വരുമ്പോൾ മാക്സിമം കിട്ടാൻ ചാൻസ് ഉള്ളത് 407 ആണ്. 407 ആ സീക്വൻസിൽ ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. ഏതിൽ? കോമൺ ആയിട്ട് നമ്മളിപ്പോൾ എഴുതുന്ന സീക്വൻസില്ലേ, അതിൽ 407 ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. അതായത് 407 ആദ്യത്തെ സീക്വൻസിലും രണ്ടാമത്തെ സീക്വൻസിലും കോമൺ ആണോ നമുക്കറിയില്ല. പക്ഷെ ഉണ്ടെങ്കിൽ മാക്സിമം 407 ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രൊസീഡ് ചെയ്യുമ്പോൾ ഒരു nth ടേം നമ്മൾ അസ്യൂം ചെയ്യാണ്. TN be the nth ടേം. ആ nth ടേമിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? A + n-1 × D ആണ്. A + n-1 × D ആണ്. അതാണ് nth ടേം. A + n-1 × D എന്ന് പറയുന്നത് A എത്രയാണ് ഇവിടെ? 23 ആണ്. 23 + n-1 × D എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് നമുക്കറിയാം 28 ആണ്. ഇത് മാക്സിമം എന്തേ ആവുള്ളൂ? ഈ nth ടേം എന്തേ ആവുള്ളൂ? മാക്സിമം പോയി കഴിഞ്ഞാൽ 407 ആവുള്ളൂ, അല്ലെങ്കിൽ 407 ലെസ്സേ ആവുള്ളൂ. അപ്പോൾ നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 407 എടുക്കുക. ഓക്കെ, ലെസ് ദാൻ ഈക്വൽ ടു 407 എടുക്കുക. അങ്ങനെയാണെങ്കിൽ n-1 × 28 എന്താ കിട്ടുക? n-1 × 28 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 407 - 23 ആണ്. 407 നിങ്ങൾ 23 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടുമെന്നറിയോ? 384 കിട്ടുക. 384 വിൽ ഗെറ്റ്. ഓക്കെ, 384 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ n-1 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 384 / 28 കിട്ടും. അതായത് n-1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 384 28 ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ നോക്കൂ. 384 and 28 യു ക്യാൻ സിംപ്ലിഫൈ. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കിട്ടും. സോറി, 7 കൊണ്ടല്ല, വെയിറ്റ്. ഇവിടെ 14, ഇവിടെ 1, you can simplify. Okay, 9 then 2, 192 and this is 7 and 96 I think. 96 divided by 7 എന്നാണ് കിട്ടുക. ഓക്കെ, 96 divided by 7 എന്നാണ് കിട്ടുക. യു ക്യാൻ ചെക്ക് ഇറ്റ്. 96 divided by 7 എന്ന് കിട്ടും. ഓക്കെ, ആൻഡ് n ലെസ് ദാൻ ഈക്വൽ ടു 96 + 7 divided by 7 എന്ന് കിട്ടും. സോ n ലെസ് ദാൻ ഈക്വൽ ടു 96 + 7 is how much? 96 തന്നെയാണ് കിട്ടുക എന്നുള്ളത് ചെക്ക് ചെയ്യണം കേട്ടോ. ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യണേ. 7 - 3 4, 10 - 2 8, then 3 is there. Okay, 384 കറക്റ്റ് ആണ്. 384 divided by 28 ചെക്ക് ചെയ്യണം. 384 divided by 28 you can check it. You divide with 2. So this is 14. 192 is there. Okay, 192 divided by 14, you can further divide 7. 96 by 7 കിട്ടും അല്ലേ? കറക്റ്റാണ്. 96 + 7. അപ്പോൾ ഇത് എത്ര കിട്ടും? ആക്ച്വലി 103 divided by 7 കിട്ടും. ശരിയല്ലേ? n ലെസ് ദാൻ ഈക്വൽ ടു 103 divided by 7 കിട്ടും. 103 divided by 7 മീൻസ് ഐ തിങ്ക് ഇറ്റ് ഈസ് സംതിങ് 14 point something is the answer. So n ലെസ് ദാൻ ഈക്വൽ ടു 14 point something ആണ് കിട്ടുക. 14 point something. And 14 point something means it cannot be possible. N is the number of terms. It could be only a natural number. So the 14 is the acceptable answer. So the smallest, the greatest natural number ആയിട്ട് വരുന്ന അവിടെ 14 ആണ്. So the answer is going to be 14. Okay. So your choices is option C. Clear ആണല്ലോ മക്കളെ? You got the method?
സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ഐഡിയ ഉപയോഗിച്ചാൽ മതി. ഒന്നുമില്ല, ജസ്റ്റ് വേഗം ചെറുതാക്കി എഴുതി പോകാമെന്നേ ഉള്ളൂ. സിമ്പിളാണ്. ഓക്കെ, ഫൈൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ? റെഡി അല്ലേ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? ഇത് പെട്ടെന്ന് പറയൂ. മനസ്സിലായാൽ പറയൂ, ഓക്കെ ആണെങ്കിൽ പറയൂ. റഫീഖ് അഹമ്മദ്, അനു, അതേഴ്സ്? ഓക്കെ, റെഡി? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. JEE അഡ്വാൻസിൽ വന്ന 2018 ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അഡ്വാൻസിലുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ മെയിൻസിന് ചിലപ്പോൾ അതേപോലെ ചോദിക്കാറുണ്ട്. സോ നമുക്ക് അത്തരം ക്വസ്റ്റ്യൻസുകളിലൂടെയും കൂടെ ജസ്റ്റ് പോകേണ്ടതുണ്ട്. ദി സൈഡ്സ് ഓഫ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആർ ഇൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ദി സൈഡ്സ് ഓഫ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആർ ഇൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. If the triangle has area 24, then what is the length of its smallest side? അതാണ് ക്വസ്റ്റ്യൻ. നമ്മളിവിടെ ചെയ്യേണ്ടത്, ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുക്കുന്നു. ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ സ്മോളസ്റ്റ് സൈഡിനെ നമ്മൾ സാധാരണ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ 3 ടേംസുകൾ തന്നിട്ടില്ല എങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കുക അതിനെ? ആസ് യൂഷ്വൽ നമ്മൾ എടുക്കുന്നത് a മൈനസ് ഡി, a പ്ലസ് ഡി എന്നല്ലേ? ഇതിൽ നമുക്കറിയാം ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ്. ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് ടേം എന്ന് പറയുന്നത് a മൈനസ് ഡി ആയിട്ട് നമ്മൾ എടുക്കുക. സോ a മൈനസ് ഡി ഇസ് ദ സ്മോളസ്റ്റ്, a ദെൻ a പ്ലസ് ഡി. ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഏരിയ എന്ന് പറയുന്നത് 24 സ്ക്വയർ യൂണിറ്റ്സ് ആണ്. 24 സ്ക്വയർ യൂണിറ്റ്സ് ആണ് ഏരിയ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫോർമുല ഉപയോഗിച്ച് ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുമ്പോൾ a, ഹൈറ്റ് എന്ന് പറയുമ്പോൾ a മൈനസ് ഡി, ദാറ്റ് ഈസ് ഈക്വൽ ടു 24. അപ്പോൾ a ഇൻറ്റു a മൈനസ് ഡി എന്ന് പറയുന്നത് 48 ആണ്. അതവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇനി നമുക്കറിയാം പൈത്തഗോറസ് തിയറം യൂസ് ചെയ്താൽ നമുക്കിങ്ങനെ എഴുതാം. a സ്ക്വയർ പ്ലസ് a മൈനസ് ഡി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a പ്ലസ് ഡി ഹോൾ സ്ക്വയർ എന്ന് എഴുതാലോ. ദിസ് ഈസ് ബൈ പൈത്തഗോറസ് തിയറം. നൗ ലെറ്റ്സ് എക്സ്പാൻഡ്. a സ്ക്വയർ പ്ലസ് a മൈനസ് ഡി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്താൽ എന്താ കിട്ടുക? a സ്ക്വയർ മൈനസ് 2ad പ്ലസ് ഡി സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് എക്സ്പാൻഡ് ചെയ്താൽ a സ്ക്വയർ പ്ലസ് 2ad പ്ലസ് ഡി സ്ക്വയർ എന്ന് കിട്ടും. സംതിങ് വി ക്യാൻ ക്യാൻസൽ ഓൺ ബോത്ത് സൈഡ്സ്. സംതിങ് വി ക്യാൻ ക്യാൻസൽ. ഡി സ്ക്വയർ ക്യാൻസൽഡ് ആൻഡ് a സ്ക്വയർ ക്യാൻസൽഡ്. നൗ വി ഹാവ് a സ്ക്വയർ. ഈ 2ad ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മൈനസ് 4ad ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, മൈനസ് 4ad ഇസ് ഈക്വൽ ടു 0. ദർ വി ക്യാൻ ടേക്ക് a കോമൺ. a ഇൻറ്റു a മൈനസ് 4d ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇതിൽ നിന്ന് a ഇസ് ഈക്വൽ ടു 4d എന്ന് കിട്ടി. a ഒരിക്കലും 0 ആവില്ല. a നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. കാര്യം a എന്ന് പറയുന്ന വൺ ഓഫ് ദ സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ ആണ്. സോ a കനോട്ട് ബി 0. സോ a മൈനസ് 4d 0, ദാറ്റ് മീൻസ് a ഈക്വൽ ടു 4d. നൗ യു ക്യാൻ പുട്ട് ദ വാല്യൂ ഓഫ് a ഓവർ ഹിയർ. ദെൻ വാട്ട് വി ഗെറ്റ്? a ഇൻറ്റു എയുടെ വാല്യൂ എത്രയാണ്? 4d അല്ലേ? സോ വി ക്യാൻ റൈറ്റ് 4d ഇൻറ്റു 4d മൈനസ് d is equal to 48. Got the point? Now 4d into 4d minus 3d is 3d. 4d into 3d is equal to 48. Okay? Clear ആണല്ലോ? അപ്പോൾ നമുക്ക് 4ഉം 48ഉം കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 4 and 48 can cancel. You will get 1 and how many? 2. So d square is equal to 3ഉം 12ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 എന്ന് കിട്ടും. ഈ 3ഉം ഈ 4ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 കിട്ടും, 4 കിട്ടും. So d square is 4 and d is equal to 2 only. d also cannot be negative 2. നെഗറ്റീവ് 2 ആകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ a ഈക്വൽ ടു 4d ആണ്. അപ്പോൾ d നെഗറ്റീവ് 2 ആയി കഴിഞ്ഞാൽ a is equal to -8 ആയി പോകും. അപ്പോൾ അത് പറ്റില്ല. കാര്യം a എന്ന് പറയുന്നത് വൺ ഓഫ് ദ സൈഡ് ആണ്. സൈഡ് cannot be negative. So we can accept only d equal to 2. Okay, d equal to 2 ആണ്. Therefore we can find a also. നോക്കൂ, a ഈക്വൽ ടു 4d ആണ്. സോ a is equal to 4 into d യുടെ വാല്യൂ 2 ആണ്. a is equal to 8 എന്ന് കിട്ടി. ഓക്കെ, എയും ഡിയും കിട്ടി. സക്സസ്. a കിട്ടി ആൻഡ് d കിട്ടി. നമ്മളോട് ചോദിച്ചിട്ടുള്ള സ്മോളസ്റ്റ് സൈഡ് ആണ്. സ്മോളസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ a മൈനസ് ഡി ആണ്. സോ ദ സ്മോളസ്റ്റ് സൈഡ് ഈസ് a മൈനസ് ഡി. a മൈനസ് ഡി is equal to 8 minus 2. 8 minus 2 is equal to 6. So the smallest side is 6.
സോ ക്വസ്റ്റ്യൻ നമ്പർ 15ൻ്റെ ആൻസർ എത്രയാണ്? 6 ആണ്. ക്ലിയർ ആണല്ലോ മക്കളെ? 15ൻ്റെ ആൻസർ 6 ക്ലിയർ അല്ലേ? നോക്കൂ, അഡ്വാൻസിൽ ചോദിച്ച ചോദ്യമാണ്. ഇതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഇത്തരം ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻസിനും ഇത്തരം ക്വസ്റ്റ്യൻസുകളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ പ്രാക്ടീസ് ഇറ്റ്. ഓക്കെ, ക്ലിയർ? സോ ആൻസർ ഈസ് ഗോയിങ് ടു ബി 6. ഓൾ റൈറ്റ്, നൗ we are going to do the another question. Question number 16. നോക്കുക, question number 16 ശ്രദ്ധിക്കൂ. question number 16 നോക്കുക. ഇത് നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്താൽ ക്വസ്റ്റ്യൻ 2 raised to 10 plus 2 raised to 9 into 3 raised to 1 plus 2 raised to 8 into 3 square plus. ആ പാറ്റേൺ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏത് സീരീസിലാണ് വരുന്നത്. ജോമെട്രിക് സീരീസിലാണോ അരിത്തമെറ്റിക് സീരീസിലാണോ വരുന്നത് എന്നുള്ളത് നോക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ നോക്കൂ, 2 raised to 9 3 raised to 1 ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം ഈസ് 2 raised to 10. ഇത് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2. സോ ദ ആൻസർ ഈസ് 3/2. അതുപോലെ തന്നെയാണ് 2 raised to 8 3 square ഡിവൈഡ് ബൈ, അതായത് തേർഡ് ടേമിന് ഞാൻ സെക്കൻഡ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 2 raised to 9 3 raised to 1. അപ്പോൾ ഇവിടെ 8 ആണ്. 8 to 9 കട്ട് ചെയ്യുമ്പോൾ 2, ഇത് കട്ട് ചെയ്യുമ്പോൾ 3/2. ഇങ്ങനെ പ്രൊസീഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്താണ്, കോമൺ റേഷ്യോ വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ക്ലിയർലി എ ജോമെട്രിക് പ്രോഗ്രഷൻ അല്ലേ? ഇതെന്ത് പ്രോഗ്രഷനാണ്? ദിസ് ഈസ് ക്ലിയർലി ഇൻ GP. ഇതെന്താണ്? GP ആണെന്ന് മനസ്സിലാവും. GP ആണെങ്കിൽ നമുക്കൊരു കോമൺ റേഷ്യോ ഉണ്ട്. കോമൺ റേഷ്യോ നിങ്ങൾക്കറിയാം 2 raised to 9 into 3 raised to 1 ഡിവൈഡഡ് ബൈ 2 raised to 10 ആണ്, വിച്ച് ഇസ് ഗോയിങ് ടു ബി 3/2. കോമൺ റേഷ്യോ ഈസ് 3/2. ഓക്കെ, ഇനി നമുക്ക് n കണ്ടുപിടിക്കണം. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് ആണ്. നമ്പർ ഓഫ് ടേംസ് നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് ടേംസ് കിട്ടും. നോക്കുക, ഇവിടെ ഫസ്റ്റത്തെ ടേം 2 raised to 10 അല്ലേ? പിന്നെ 2 raised to 9 വരുന്നത്. രണ്ടാമത്തെ ടേമിൽ 2 raised to 9 വരുന്നുണ്ട്. മൂന്നാമത്തെ 2 raised to 8 വരുന്നുണ്ട്. ഇങ്ങനെ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റത്തേൽ 2 ഇല്ലല്ലോ, ആബ്സെൻ്റ് ആയി. അതായത് അവിടെ 2 raised to 0 ഉണ്ടെന്ന് അർത്ഥം. കാര്യം അതിന് തൊട്ട് മുമ്പ് ഒരു 2 കിടക്കുന്നുണ്ട്, 2 raised to 1 കിടക്കുന്നുണ്ട് അതിന് തൊട്ട് മുമ്പ്. അപ്പോൾ അതിന് ശേഷം വരുന്നത് 2 raised to 0 ആണ്. ഇപ്പോൾ 2ൻ്റെ പവർ നോക്കൂ, 0 1 2 3 അങ്ങനെ തുടങ്ങി 10 എത്തുന്നുണ്ട്. 0 മുതൽ 10 വരെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 11 ആണെന്ന് മനസ്സിലായി. സോ n is equal to 11 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സം ഇസ് ഈക്വൽ ടു, എങ്ങനെ സം കണ്ടുപിടിക്കുക? നമുക്ക് സം കാണാനുള്ള ഫോർമുല അറിയാലോ. a ഇൻറ്റു r raised to n minus 1. a എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഫസ്റ്റ് ടേം ആണ്. സോ a ഇൻറ്റു r raised to n 3/2 all raised to n ആണ്. n is 11 minus 1 ഡിവൈഡ് ബൈ r minus 1 എന്ന് പറഞ്ഞാൽ 3/2 minus 1. ഓക്കെ, ഫിനിഷ്ഡ്, ആൻസറായി. മക്കളെ ഇത് മാത്രമേ ഉള്ളൂ ഇത് ചെയ്യാൻ, ആൻസറായി. ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ സീക്വൻസ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഇവിടെ ആ ചോദ്യത്തിൻ്റെ അർത്ഥം അതാണ്. രണ്ടാമത്തെ ചോദ്യം, ഇതിൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് ടേംസ് കാണാൻ അറിയോ? നിങ്ങൾക്ക് ഈ സീരീസ് കണ്ടു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? അത് മാത്രമേ ഇവിടെ പ്രധാനമായിട്ട് ചോദ്യമുള്ളൂ. ബാക്കിയെല്ലാം സിമ്പിളാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വെരി സിമ്പിളാണ്. ജസ്റ്റ് യു നീഡ് എ 2 step സിംപ്ലിഫിക്കേഷൻ. കഴിഞ്ഞു. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, 2 raised to 10 ഇൻറ്റു നിങ്ങൾക്കറിയാം 3/2 all raised to 11 minus 1 എന്ന് പറഞ്ഞാൽ 3 raised to 11 minus 2 raised to 11 ഡിവൈഡഡ് ബൈ ഒരു 2 raised to 11 ഉണ്ട്. ആൻഡ് ദെൻ 3/2 minus 1 is there. 3/2 minus 1 is actually in the denominator and it is going to be 1/2 and that 2 will go to the numerator, so it comes out to be 2 raised to 11 in the numerator. Okay, 2 raised to 10ൻ്റെ കൂടെ ഒരു 2 കൂടെ വരും, എക്സ്ട്രാ ഒരു 2 കൂടെ വരും. ആ 2 എവിടെ നിന്ന് വന്നെന്ന് അറിയാലോ? ഡിനോമിനേറ്ററിൽ ആ ഒരു 3/2 minus 1 വന്നിട്ടില്ല, ആ മുകളിലേക്ക് പോയ 2 ആണ്. 2 into 2 raised to 10 and 2 raised to 11 cancelled and this is going to be 3 raised to 11 minus 2 raised to 11. നോക്കൂ, നിങ്ങളുടെ ആൻസർ s minus 2 raised to 11 ആണ്. and this equal to s minus 2 raised to 11 ആണ്. എസ്സിന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ എസ് കിട്ടി എത്രയാണ്? 3 raised to 11 ആണ്. സോ ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. ഡി കിട്ടിയോ? ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ജസ്റ്റ് ഒബ്സർവേഷൻ മാത്രം മതി. ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. അത് ഏത് പാറ്റേണിലാണ് ഉള്ളത്, എവിടെയാണ് നമ്മൾ തുടങ്ങേണ്ടതെന്നുള്ള ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിളാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടിയാൽ വെരി സിമ്പിളാണ്. ഓക്കെ, റെഡി? ഓൾറൈറ്റ്, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 16ലേക്ക് പോവാണ്. സോറി 17. ക്വസ്റ്റ്യൻ നമ്പർ 17ലേക്ക് പോവാണ്. ഗെറ്റ് റെഡി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 17 നോക്കുക. ദി പ്രൊഡക്റ്റ് ഓഫ് ദിസ് സീക്വൻസ് ഈസ്, നോക്കാം നമുക്കിവിടെ തന്നിട്ടുള്ള എന്താണ്? 2 raised to 1/4 ആണ്. ഓക്കെ, 2 raised to 1/4 ഉണ്ട്. ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ഇവിടെ ഇതിപ്പോൾ എങ്ങനെയെങ്കിലും ഇതിൻ്റെ പവറുകളൊന്ന് ആഡ് ചെയ്താലേ നടക്കുള്ളൂ.
ഇതിൻ്റെ പവർ ആഡ് ചെയ്യണമെങ്കിൽ ബേസുകളൊക്കെ സെയിം ആവണം. ബേസ് ഒന്ന് 2⁴ ആണ്. അപ്പോൾ ഏറ്റവും ചെറിയ ബേസ് ആയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 2⁴ ആണ്. 2⁴ ആ ബേസ് 2 ആണ്. ബാക്കിയുള്ള ബേസുകളൊക്കെ നോക്കൂ, ഒരു 2ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറേ കൂടെ എളുപ്പമാണ്. ഈ രണ്ടാമത്തെ 4⁴ നമുക്ക് 2⁴ എന്ന് എഴുതാലോ. മൂന്നാമത്തിന് നമുക്ക് ഇത് ഇൻറ്റു ആണ്, ഇൻറ്റു ആണ് എല്ലാ സ്ഥലത്തും, ഇൻറ്റു ആണ്, നോട്ട് കോമ. ദിസ് ഇസ് ആൻ ഇൻറ്റു, മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൂന്നാമത്തെ നോക്കൂ 2³ ആണ്, ദെൻ all⁻⁴ ആണ്. This product is continuing like this until infinity. Okay. Now, this can be written as 2⁴ into 2⁴ into 2⁴ into etc. moving to infinity. So, this is 2⁴ into 2⁴ is 1/8 into 2⁴ is 1/16. And going like this up to infinity. Now we have the same base everywhere. Everywhere we have the same base and we have different powers. So let's add the all powers. So we get a 1/4 plus 1/8 plus 1/16 plus, and which is moving like this up to infinity. Now if you have some infinite series, like this, then you have sum to infinity formula a/1 minus r. Just to utilize this formula a/1 minus r for s infinity. So we'll get the answer. 2 a/1 minus r. This is clearly GP. 1/4, 1/8, 1/16 clearly GP അല്ലേ. So infinite series ആണ്. So understood ആണ്. എന്താണ് understood? അതിന് നമുക്ക് സം ചെയ്യാൻ കഴിയും. a/1 minus r. a എന്ന് പറഞ്ഞാൽ 1/4 divide by 1 minus r എന്ന് പറഞ്ഞാൽ 1/8നെ 1/4 ഡിവൈഡ് ചെയ്യുക. That means 1/2. So this is going to be 2⁴ divided by 1/2 divided by 1/2. So this is going to be 2⁴ and that is going to be √2. So this sum is tending to √2. So the answer is √2. So option A is correct. Option A ആണ് correct. I think it is clear. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. 2020 വന്നിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. സിമിലർ കൈൻഡ് ഓഫ് ക്വസ്റ്റൻ യു ക്യാൻ എക്സ്പെക്ട് അഗെയിൻ. സോ സെയിം ക്വസ്റ്റൻ ആണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഇതേ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഫ്രെയിം ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഫ്രെയിമിങ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം ക്വസ്റ്റ്യൻസുകളുള്ള പ്രാക്ടീസ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സോ ജസ്റ്റ് ഡു ഇറ്റ്. ഓക്കെ. സോ 17 ഈസ് ഓവർ. ക്ലിയർ? ഓക്കെ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യുക കേട്ടോ. ഓക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് ഓക്കെ ആണെന്ന് പറയാം. ഓക്കെ, റെസ്പോണ്ട് ചെയ്യൂ. നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഓക്കെ ആവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ കേട്ടോ. ഓക്കെ, റൈറ്റ്. ആൻസർ കിട്ടിയല്ലോ. √2 ഈസ് ദ ആൻസർ. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. 17ൻ്റെ ആൻസർ √2 ആണ്. റെഡി അല്ലേ? ഓക്കെ, എനിവേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 18 നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 18 നോക്കൂ. 1/16 എ ആൻഡ് ബി ഇൻ GP. ആ GPയിലാണ് കൃത്യമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. 1/16 അതുപോലെ എ അതുപോലെ ബി, ഇത് GPയിലാണ്. ഇതെവിടെയാണ് കിടക്കുന്നത്? GP കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. a² ഇസ് ഈക്വൽ ടു 1/16 ഇൻറ്റു ബി ആണെന്ന് മനസ്സിലായി. ഇതിൽ നമുക്ക് b ഈക്വൽ ടു 16a² എന്ന് എഴുതാം. തൽക്കാലം എഴുതി വെക്കുക, ആവശ്യം വരും. b ഈസ് ഈക്വൽ ടു 16a². അപ്പോൾ ഫസ്റ്റത്തെ ഭാഗം ഓക്കെ. രണ്ടാമത്തെ ഭാഗത്ത് പറയുന്ന ശ്രദ്ധിക്കൂ. 1/a, 1/b, 6 അതെവിടെ കിടക്കുന്നുണ്ട്? AP-യിൽ കിടക്കുന്നുണ്ട്. നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എയും ബിയും പോസിറ്റീവാണ്. എയും ബി എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ 1/a 1/b 6 AP-യിലായതുകൊണ്ട് നമുക്ക് ഈ മിഡിൽ ടേം 1/b എങ്ങനെ എഴുതാം? 1/a + 6 ഡിവൈഡ് ബൈ 2 എന്ന് എഴുതാം. ഈ 2നെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ 2/b ഈസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 + 6a എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ഒരു എ ഉണ്ടാവും. 1 + 6a ഡിവൈഡഡ് ബൈ എ ഉണ്ടാവും. ശരിയല്ലേ? ഇങ്ങനെ എഴുതാം. അപ്പോൾ 2/, ഈ ബിയുടെ വാല്യൂ ഞാനിവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പോവാണ്. ബിയുടെ വാല്യൂ നേരെ കൊണ്ടുപോയിട്ട് ഇവിടെ കൊടുത്താൽ, ബിയുടെ വാല്യൂ ഇവിടെ കൊടുത്താൽ 16a² എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 6a
ഡിവൈഡഡ് ബൈ എ എന്ന് വരും. ഓക്കെ, റെഡി? ക്യാൻസലേഷൻ പോസിബിൾ ആണ്. ഇവിടെ എന്താ ക്യാൻസൽ ചെയ്ത് പോവാം? 2ഉം 16ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 8 കിട്ടും. എയും എ സ്ക്വയറും ക്യാൻസൽ ചെയ്യുമ്പോൾ എ കിട്ടും. ആ 8 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? ഇവിടെ ഇങ്ങനെയുണ്ട്, 1/8a ഇസ് ഈക്വൽ ടു 1 + 6a എന്ന് മാത്രമേ ഉള്ളൂ. 8 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ എത്ര കിട്ടും? 48a സ്ക്വയർ പ്ലസ് 8a മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ക്വാഡ്രാറ്റിക്കിലേക്ക് എത്തി. ഈ ക്വാഡ്രാറ്റിക്കിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഫാക്ടറൈസേഷൻ ചെയ്യാൻ പോവാണ്. ഫാക്ടറൈസേഷൻ പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. സി ഹിയർ ഐ എം ഡൂയിങ് ലൈക്ക് ദിസ്. 48a സ്ക്വയർ പ്ലസ് ഈ 8a 12a മൈനസ് 4a എന്ന് എഴുതുന്നു, മൈനസ് 1 എഴുതുന്നു, ഈക്വൽ ടു 0 എഴുതുന്നു. ഓക്കെ, റൈറ്റ്? So from the first two terms I can take a 12a common. If I take a 12a common, I have a 4a plus 1 as common. Minus you take outside from the last two terms. Minus of 4a plus 1 is minus 4a plus 1 equal to 0. Now we can take a 4a plus 1 as common. Into 12a minus 1 is equal to 0. ഇതിൽ നിന്ന് a is equal to minus 1/4 എന്നും a is equal to 1/12 എന്നും കിട്ടും. നെഗറ്റീവ് പാർട്ട് റിജക്റ്റഡ് ബിക്കോസ് a is positive. It is already given in the question. a പോസിറ്റീവ് ആയിരിക്കണം, b പോസിറ്റീവ് ആയിരിക്കണം. ഇവ a പോസിറ്റീവ് ആണ് ഇവിടെ. So a is equal to 1/12 is only acceptable one, right? Okay. ഇനി അടുത്ത് ശ്രദ്ധിച്ചോ, എയുടെ വാല്യൂ 1/12 ആണെങ്കിൽ b നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. Therefore b is equal to 16a square ആണ്. 16a square ആണ്. So 16 into a square എന്ന് പറയുമ്പോൾ 1/12 into 12 ആണ്. ഓക്കെ, ജസ്റ്റ് സിംപ്ലിഫൈഡ്. 12 a square means 12 into 12 ആണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ 4 കൊണ്ട് കട്ട് ചെയ്യുക. 4 3s are 12. ഓക്കെ, 4 4s are 16 and 4 3s are 12. And here also we can cancel, we get 3. And I think b is 1/9. b എത്ര കിട്ടും? 1/9 എന്നാണ് കിട്ടുക. ഓക്കെ അല്ലേ മക്കളെ? b is equal to 1/9 കിട്ടി. a is equal to 1/12 കിട്ടി. നമ്മളോട് ചോദിച്ചുള്ളത് 72 into a plus b ആണ്. So 72 into a plus b എന്നുള്ള ആൻസർ കണ്ടുപിടിക്കാൻ പോവാണ്. 72 into a plus b. a എന്ന് പറഞ്ഞാൽ എത്രയാ? 1/12 plus b എത്രയാണ്? 1/9. So this is going to be 72 into 9 plus 12, 21 divided by 12 into 9. 12 72 കട്ട് ചെയ്യുമ്പോൾ 6 കിട്ടും. 6നെ 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 2 ആണ്. 9നെ 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 3 ആണ്. 3യും 21 കട്ട് ചെയ്യുമ്പോൾ 7 ആണ്. 2 into 7 is the answer. 2 into 7 is going to be 14. So this answer is equal to 14. 14 എന്നുള്ള ആൻസർ കിട്ടിയോ? ഓക്കെ, ആൻസർ ഈസ് 14. നന്നായിട്ട് മനസ്സിലാക്കൂ കേട്ടോ, നന്നായിട്ട് നോക്കി മനസ്സിലാക്കൂ. ഓക്കെ, 14 ഈസ് ദി ആൻസർ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രി പ്രോഗ്രഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എയും ബിയും കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് പല രീതിയിൽ ഇത് ചെയ്യാം കേട്ടോ. വേറെ മെത്തേഡിലൊക്കെ എലിമിനേഷൻ മെത്തേഡൊക്കെ ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡൊക്കെ നിങ്ങൾക്ക് എന്ത് മെത്തേഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എനിവേ യു വിൽ ഗെറ്റ് എ ആൻഡ് ബി, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് എ ആൻഡ് ബി ഓവർ ഹിയർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? റെഡി 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 അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 19. നോക്കൂ, മിനിമം ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a raised to x plus a raised to 1 minus x where ax belongs to r and a is positive is equal to. ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. അപ്പോൾ ഞാനിവിടെ a raised to x-ന് t എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചോളേ. അപ്പോൾ ഞാൻ f of x is a function of t ആയി. So f of t is equal to a raised to t plus a raised to 1 minus t എന്ന് കിട്ടി. ശരിയല്ലേ? നോക്കൂ, a raised to t plus a raised to 1 minus t divided by 2. രണ്ട് നമ്പർ പോസിറ്റീവ് നമ്പറാണ്. എയും a raised to tയും a raised to 1 minus tയും പോസിറ്റീവ് നമ്പേഴ്സാണ്. ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ജോമെട്രിക് മീൻ. അതായത് a raised to t ഇൻറ്റു a raised to 1 minus t. നോക്കൂ, രണ്ടിൻ്റെ ആവറേജ് എടുക്കുക. a raised to t പ്ലസ് രണ്ട് ടേംസ് അല്ല ആഡ് ചെയ്യുന്നത്. a raised to t plus a raised to 1 minus t divided by 2 എന്ന് പറയുന്നത് അരിത്തമെറ്റിക് മീൻ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ. സോ a raised to t into 1 minus t ആണ്. ദാറ്റ് ഈസ് ഓൾ റേസ്ഡ് എന്തുണ്ട്? ഓൾ റേസ്ഡ് ടു 1/2 യു ഹാവ് ടു കീപ് ദർ. റൂട്ടിലാണ് വരിക. രണ്ട് ടേം ആണ് ആഡ് ചെയ്യുന്നെങ്കിൽ റൂട്ടിൽ വരും. 3 ടേം ആണ് ആഡ് ചെയ്യുന്നെങ്കിൽ ബൈ 3 വരും. അവിടെ ഓൾ റേസ്ഡ് 1/3 വരും. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാമല്ലോ, n ടേംസിനൊക്കെ ചെയ്യാൻ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം a raised to t പ്ലസ് ഓക്കെ a raised to 1 minus t divided by 2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വാട്ട് ഈസ് ദാറ്റ്? a raised to t into a raised to 1 minus t.
A raised to 1 minus t means a raised to t plus 1 minus t. T minus t cancelled. Only a is there. A raised to 1 by 2 is there. And you can remove that 2 from the denominator. It is a constant, a positive number. You can remove it. A raised to t plus a raised to 1 minus t is greater than or equal to 2 into a raised to 1 by 2 is root a. This is nothing but f of t. So f of t is greater than or equal to 2 root a. And it is greater than or equal to 2 root a means f of t has minimum value. F of t has minimum is minimum 2 root a. So this answer is going to be option D. Option D is 2 root a. Clear ആണല്ലോ? ഇവിടെ ഉപയോഗിക്കേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനി എ റേസ് ടു എക്സ് ടീനൊക്കെ മാറ്റാം കേട്ടോ. ടീന് എന്ത് കൊടുക്കാം? എ റേസ് ടു എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ എ റേസ് ടു എക്സ് എ റേസ് ടു എക്സ് പ്ലസ് ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കൂ, ഇവിടെ ഈ ഒരു സ്റ്റെപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എ റേസ് ടു എക്സിനെ റീപ്ലേസ് ചെയ്യാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. ഓക്കെ, ആ സ്റ്റെപ്പിൽ നിങ്ങൾ റീപ്ലേസ് ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ സ്റ്റെപ്പിൽ നിന്ന് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? എ റേസ് ടു ടീനെ എ റേസ് ടു എക്സ് എന്ന് എഴുതാം, പ്ലസ് എ റേസ് ടു 1 മൈനസ് എ റേസ് ടു എക്സ് എന്ന് എഴുതാം. ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 റൂട്ട് എന്ന് കിട്ടി. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഫംഗ്ഷൻ്റെ, അതായത് എഫ് ഓഫ് എക്സിൻ്റെ, എഫ് ഓഫ് എക്സ് ആണല്ലോ ഇത്, ദിസ് ഈസ് യുവർ എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 റൂട്ട് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സിന് എടുക്കാവുന്ന മിനിമം വാല്യൂ എന്ന് പറയുന്നത് 2 റൂട്ട് 2 ആണ്. മാക്സിമം നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. മാക്സിമം ക്യാൻ ബി എനി വാല്യൂ. സോ മിനിമം ക്യാൻ ബി ഡിഫൈൻഡ്, ഇറ്റ് ഈസ് 2 റൂട്ട് എ. ദാറ്റ് ഈസ് വൈ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഡി എന്താണ്? കറക്റ്റ് ആയിട്ടാണ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? എ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി എം എന്നുള്ള കോൺസെപ്റ്റാണ് യൂസ് ചെയ്യേണ്ടത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് അത്. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ആൻഡ് യു ക്യാൻ ഹാവ് അനദർ മെത്തേഡ് ഓൾസോ. സോ ലെറ്റ് us try for that. ഓക്കെ, യു ക്യാൻ ട്രൈ ഇറ്റ്. അനദർ മെത്തേഡിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, യു ക്യാൻ ട്രൈ. ഡിഫറെൻറ്റ് മെത്തേഡിൽ ഒരു പ്രോബ്ലത്തിന് അപ്രോച്ച് ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, എല്ലാത്തിനും പറ്റണമെന്നില്ല, പറ്റുന്ന പ്രോബ്ലംസ് ഒക്കെ നോക്കാം. ഓക്കെ, ഓൾ റൈറ്റ്. Now we are going to move the last question, question number 20. F is a function from R to R be such that for all x element of എന്താണ്, for all x element of R ആണ്, കോമ ഉണ്ട്. ഓക്കെ, 2 raised to x plus 1 plus 2 raised to 1 minus x, കോമ f of x and 3 raised to x plus 3 raised to minus x. These all things are forming an AP. Then the minimum value of f of x is, it is something like the previous one. Previously നമ്മൾ ചെയ്തല്ലോ, തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് എഫ് ഓഫ് എക്സിൻ്റെ എന്താ കണ്ടുപിടിക്കേണ്ട? മിനിമം വാല്യൂ അല്ലേ? എഫ് ഓഫ് എക്സിൻ്റെ മിനിമം വാല്യൂ കണ്ടുപിടിക്കണം. നോക്കാം, എഫ് ഓഫ് എക്സിൻ്റെ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇത് എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കിക്കേ. നിങ്ങൾക്ക് ഇത്രയും ഭാഗങ്ങളൊക്കെ ക്ലിയർ അല്ലേ എവരിബഡി? ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? നമുക്കറിയാം ഇവിടെ ഈ കാര്യങ്ങൾ നോക്കൂ. ഈ ഫസ്റ്റ് കാണുന്ന ഈ ഒരു എക്സ്പ്രഷൻ നോക്കുക. എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷനാണ്. ഓക്കെ, ഈ മൂന്ന് എന്ത് എവിടെയാണ് തന്നിട്ടുണ്ട്? ഈ മൂന്നും എ പിയിലാണ് തന്നിട്ടുണ്ട്. ഈ മൂന്ന് എവിടെയാണ് തന്നിട്ടുണ്ട്? എ പിയിലാണ് തന്നിട്ടുണ്ട്. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ എ പിയിലാണെങ്കിൽ നടുക്ക് വരുന്ന ഒരു എഫ് ഓഫ് എക്സ് അല്ലേ? അപ്പോൾ എഫ് ഓഫ് എക്സിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 raised to x plus 1 പ്ലസ് 2 raised to 1 minus x. ഇതാണല്ലോ ഫസ്റ്റ് ടേം. പ്ലസ് തേർഡ് ടേം ഏതാണ്? 3 raised to x പ്ലസ് 3 raised to minus x ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതിക്കൂടെ? ദാറ്റ് മീൻസ് ദ മിഡിൽ വൺ, ദാറ്റ് ഈസ് യുവർ എഫ് ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദി ആവറേജ് ഓഫ് ദി അതർ ടു. അത്ര എഴുതി. ഓക്കെ, ക്ലിയർ? അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ മിനിമം എന്ന് പറയുന്നത് 2 raised to x plus 1 പ്ലസ് 2 raised to 1 minus x എന്ന് പറയുന്നതിൻ്റെ മിനിമം, ഇതിൻ്റെ മിനിമം പ്ലസ് 3 raised to x plus 3 raised to minus xൻ്റെ മിനിമം then divide by 2. ഇതാണ് എഫ് ഓഫ് എക്സിൻ്റെ മിനിമം എന്ന് പറയുന്നത്. ശരിയല്ലേ? എഫ് ഓഫ് എക്സിൻ്റെ മിനിമം എന്ന് പറയുന്നത് ഈ ന്യൂമറേറ്റർ കിടക്കുന്ന 2 raised to x plus 1 plus 2 raised to 1 minus xൻ്റെ മിനിമം പ്ലസ് എന്താണ് 3 raised to x plus 3 raised to minus xൻ്റെ മിനിമം then by 2 is already there. അപ്പോൾ നമുക്ക് ഈ 2 raised to x plus 1 plus 2 raised to 1 minus xൻ്റെ മിനിമം എന്താണെന്ന് നോക്കാം. ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമ്മളിത് കണ്ടുപിടിക്കുന്നതാണ് 2 raised to x plus 1 plus 2 raised to 1 minus x divided by 2 is greater than or equal to geometric mean ആണ്.
അതായത് 2 raised to x plus 1-ൻ്റെയും 2 raised to 1 minus x-ൻ്റെയും പ്രോഡക്റ്റ് ആൻഡ് ദ പവർ ഈസ് 1/2. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 2 raised to x plus 1 plus 2 raised to 1 minus x divided by 2 greater than or equal to. ഇവിടെ നിങ്ങൾക്കറിയാം 2 raised to x plus 1 into 2 raised to 1 minus x. പവേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് എക്സും മൈനസ് എക്സും കട്ട് ചെയ്ത് പോകും. 2ൻ്റെ പവർ പിന്നെ 1 1 ഉണ്ട്, അത് ആഡ് ചെയ്യുമ്പോൾ 2 സ്ക്വയർ ആണ് വരിക. 2 സ്ക്വയർ ഹോൾ റേസ്റ്റ് ടു 1/2 എന്ന് കിട്ടും. അതായത് നിങ്ങൾക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് പറയാൻ പറ്റും 2 raised to x plus 1 പ്ലസ് 2 raised to 1 minus x is greater than or equal to. ഇവിടെ ബൈ 2 ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 ആണ് വരിക. അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 4 ആയി. അപ്പോൾ ഇതിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 4 ആണെന്ന് കിട്ടി. ഇവിടെ മിനിമം വാല്യൂ എത്രയാണ്? 4 ആണെന്ന് കിട്ടി. ഓക്കെ, അടുത്ത ശ്രദ്ധിച്ചോ, നോക്കൂ അടുത്ത ടൈം ഏതാണ്? 3 raised to x പ്ലസ് 3 raised to minus x ആണ്. അപ്പോൾ 3 raised to x പ്ലസ് 3 raised to minus x ഡിവൈഡ് ബൈ 2 ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3 raised to x into 3 raised to minus x ദ ഹോൾ റേസ്റ്റ് ടു 1/2 എന്ന് എഴുതാം. അതായത് 3 raised to x പ്ലസ് 3 raised to minus x ഡിവൈഡ് ബൈ 2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3 raised to x into 3 raised to minus x എന്ന് പറയുമ്പോൾ 3 raised to x പ്ലസ് മൈനസ് x ആണ്. 3 raised to 0 അത് 1 ആണ് അല്ലേ? 3 raised to 0 1 ആണ്, അതിൻ്റെ റൂട്ട് 1 ആണ്. അങ്ങനെയാണെങ്കിൽ 3 raised to x പ്ലസ് 3 raised to minus x is greater than or equal to 2 എന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ മിനിമം എത്രയാണ്? 2 ആണ്. ഇതിൻ്റെ മിനിമം എന്ന് പറയുന്നത് ഇതിൻ്റെ മിനിമം എത്രയാണ്? 2 ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 4 plus 2 എത്ര കിട്ടി? 4 plus 2 divided by 2 എന്ന് കിട്ടി. അതായത് 6/2 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. സോ എഫ് ഓഫ് എക്സ് ഹാസ് മിനിമം, ദാറ്റ് ഈസ് ഈക്വൽ ടു 3. സോ 20യുടെ ആൻസർ സി ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് 20 ക്വസ്റ്റ്യൻസുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യുക. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ആണ് കംപ്ലീറ്റ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇനിയുള്ള ദിവസങ്ങളെല്ലാം പരമാവധി സമയം ഉപയോഗപ്പെടുത്തുക. JEE എക്സാം എല്ലാവർക്കും എളുപ്പമാവട്ടെ. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ബൈ, സി യു.